ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല എന്ന് വിചാരിച്ച് ജീവിക്കുക. അതിനേക്കാൾ അപ്പുറത്ത് വലിയ നഷ്ടം വേറൊന്നുമില്ല. ഈ ജീവിതത്തിന് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല എന്ന് വിചാരിച്ച് വെറുതെ സമയം കൊന്നുകൊണ്ട് തള്ളി നീക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് സത്യത്തിൽ ഏറ്റവും അടപ്പൊതിച്ച ആൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് എന്നെ മാത്രം ആരാധിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നാം അവനെ മാത്രം ആരാധിക്കുന്നു, അവനോട് മാത്രം സഹായം തേടുന്നു. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അറിയണം അള്ളാഹു മാത്രമാണ് ആരാധനക്കാരൻ. അപ്പൊ ആരാധനയിൽ ബന്ധപ്പെട്ടതാണ് അല്ലെ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി ഇല്ലാ ലിയുവഹിദൂനി, എന്നെ മാത്രം ആരാധിക്കാനുള്ളതാണ് ജീവിതം. അല്ലെങ്കിൽ ഞാൻ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ എന്ന് നമ്മൾ ദിവസവും 17 പ്രാവശ്യം അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു എന്താണ് ആ അള്ളാഹുവിനെ ആരാധിക്കുന്നത്? ഫഅലം, നിങ്ങൾ അറിയണം അതെന്താണ്. അള്ളാഹു മാത്രമാണ് ആരാധനക്കാരൻ എന്ന് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്. അങ്ങനെ നമ്മളത് മനസ്സിലാക്കണം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു നൽകിയ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട്, ഏറ്റവും മാക്സിമം ആയിട്ട്, ഏറ്റവും നല്ല രൂപത്തിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ് സത്യത്തിൽ ഈ മരണത്തെയും ജീവിതത്തെയും ഒക്കെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ഏറ്റവും കൃത്യമായ ലക്ഷ്യത്തെയാണ് സത്യത്തിൽ പ്രവാചകന്മാര് മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലെ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ ആ ജീവിതത്തിൽ വ്യക്തമായ ഒരു ക്ലാരിറ്റി, അല്ലെ, അള്ളാഹുവിന്റെ റസൂലായി തെരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായിട്ട് പ്രബോധനം ചെയ്യുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ആ ജനങ്ങൾക്കിടയിൽ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി ജീവിച്ച് കാണിക്കുകയും ചെയ്തുകൊണ്ട് 23 വർഷത്തെ ജീവിതം നമുക്ക് മുമ്പിൽ സാക്ഷിയാക്കി ഇനി ലോകാവസാനം വരെയുള്ള ഒരു മനുഷ്യന് ഒരു ക്ലാരിറ്റി കുറവുമില്ലാത്ത വിധത്തിൽ എങ്ങനെ ജീവിക്കണം, ഓരോ സാഹചര്യത്തിലും ഒരു സത്യവിശ്വാസി എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതിൽ യാതൊരു തരത്തിലുള്ള ക്ലാരിറ്റി കുറവുമില്ലാതെ 23 വർഷം വ്യക്തമായിട്ട് പ്രവാചകൻ പഠിപ്പിക്കുകയും പ്രായോഗികമായി ജീവിച്ചു കാണിക്കുകയും സത്യത്തിൽ സഹാബത്ത് ആ പ്രവാചകനെ കണ്ടുകൊണ്ട് ജീവിക്കാൻ, ആ പ്രവാചകനെ കേട്ടുകൊണ്ട്, ആ പ്രവാചകനെ കാണാത്ത ഒരു ജനതക്ക്, ഒരു തലമുറക്ക് ആ പ്രവാചകൻ എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായിട്ട് അവർ ജീവിച്ചു കാണിക്കണം. സത്യത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തികളിൽ ഒരാളായി മാറാനുള്ള ഒരു കാരണം തന്നെ അതാണ്. ആ 23 വർഷത്തെ ജീവിതം കൊണ്ട് ആ കൂടെ ജീവിച്ച ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ളതാണ്. അല്ലെ, മൈക്കൽ എച്ച് ഹാർട്ട് അദ്ദേഹത്തിന്റെ 100 റാങ്കിങ്ങിലെ പുസ്തകത്തിൽ ഒന്നാമതായിട്ട് നബിക്ക് അദ്ദേഹം കൊടുത്ത ഒരു റാങ്കിന് കാരണമായിട്ട് പറഞ്ഞതാണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിൽ കുറെ നേതാക്കന്മാരെയും അനുയായികളൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു നേതാവിനെ ജനങ്ങൾ സ്നേഹിക്കുകയും ആ നേതാവിനെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുകയും ചെയ്യുന്നത് മറ്റാരെക്കാളും നമുക്ക് അങ്ങനെ നേതാവിനെ സ്നേഹിച്ച അനുയായികൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കൂല. ആ നേതാവിനെ അനുകരണം ചെയ്ത ആളുകളെ, ആ നേതാവിനെ എന്താണ് എല്ലാ തരത്തിലും ജീവിതത്തിന്റെ സകല തുറകളിലും ഫോളോ ചെയ്തുകൊണ്ട് പിന്നെ അത് അതേപോലെ നിലനിർത്തുക എന്നുള്ളതാണ്. മറ്റു ഈ കാണാത്ത ആളുകളിലേക്ക് ആ പ്രവാചകനെ എത്തിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ആ പ്രവാചകൻ 1400 വർഷമായിട്ട് ആ പ്രവാചകന്റെ പ്രസക്തിയും അതേപോലെ തന്നെ ചര്യകളൊക്കെ ഒരു തലമുറകളിലൂടെ കൈമാറ്റം ചെയ്ത് അതിന് ലൈലുഹാ കനആരിയാണ് പറഞ്ഞത്. അതിന്റെ രാത്രി പകൽ പോലെ പ്രശോഭിതമാണ് എന്ന് പറയത്തക്ക രൂപത്തിൽ ഇവിടെ ബാക്കി വെച്ചു എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ തെരഞ്ഞെടുക്കാൻ കാരണമായിട്ടാണ് പറഞ്ഞത്. അത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന സമയത്ത് നമ്മൾ ലോകത്തിന്റെ ഒരു മാപ്പ്, നിങ്ങൾ ഗൂഗിളിൽ ഒരു ക്രിസ്താബ്ദം 500ന്റെ അവസാനം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന 570 കാലഘട്ടത്തിൽ ഒരു വേൾഡിന്റെ ഒരു മാപ്പ്, ഒരു രാഷ്ട്രീയ മാപ്പ് നമ്മൾ ഗൂഗിളിൽ അടിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ 2 ഭാഗം, അറേബ്യ എന്ന ഒരു കൊച്ചു നടുവിലുള്ള ഭൂമി ഇങ്ങനെ മാപ്പ് ഇങ്ങനെ നിർത്തി വെച്ചാൽ, ഇപ്പൊ ഗ്ലോബ് ഇങ്ങനെ നിർത്തി വെച്ചതാണ് മാപ്പ് എന്ന് പറയുന്നത്. അല്ലെ, മാപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുരുണ്ട ഭൂമിന്റെ ആ ഒട്ടിച്ച പേപ്പർ ഇങ്ങനെ നിർത്തി വെച്ചിട്ടാണ് നമ്മൾ മാപ്പ് എന്ന് പറയാം. ആ മാപ്പ് എടുത്താൽ ഏകദേശം അതിന്റെ സെന്റർ ഭാഗത്താണ് ഈ അറേബ്യ എന്ന് പറയാം. അറേബ്യ എന്ന് പറഞ്ഞ സത്യത്തിൽ ഒരു മരുഭൂമിയാണ്, ഒരു വരണ്ട ഭൂമിയാണ്, ഒരു ബാരൻ ലാൻഡ് എന്നാണ് നമുക്ക് അതിന്റെ ചരിത്രത്തിൽ നോക്കിയാൽ കാണുന്നത്. ബാരൻ ലാൻഡ്, അതായത് ഒരു കൃഷിക്ക് യോജ്യമല്ലാത്ത, എന്തെങ്കിലും കൃഷികൾ നമുക്ക് നടത്താൻ പറ്റാത്ത, ഏതെങ്കിലും സംസ്കാരങ്ങളോ ഒരു ശേഷിപ്പുകളോ ഇല്ലാത്ത ഈ 2 ഭാഗത്തും ലോകത്തെ പ്രമുഖ ശക്തികളാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പേർഷ്യയാണ്. പേർഷ്യ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ രാജാക്കന്മാര്, കാലങ്ങളായിട്ട് പേർഷ്യൻ രാജാക്കന്മാര് ആ ഭാഗത്ത് അവരുടെ രാജാധിപത്യം തുടരാണ്. 600-700 കൊല്ലമായിട്ട് ലോകത്ത്
ലോകത്തിലെ ഏകദേശം 5 ലക്ഷത്തോളം ചതുരശ്ര കിലോമീറ്ററുകൾ അവർ അധീനപ്പെടുത്തിക്കൊണ്ട് കാലങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡൈനാസ്റ്റിയാണ് പേർഷ്യൻ ഡൈനാസ്റ്റി എന്നുള്ളത്. മറ്റേ ഭാഗത്ത് നമ്മൾ പരിശോധിച്ചാൽ യൂറോപ്പ് അടക്കമുള്ള റോമൻ എംപററാണ്, റോമൻ രാജാക്കന്മാരാണ്. അവരും ഏകദേശം അത്രത്തോളം തന്നെ 700-900 കൊല്ലത്തെ പാരമ്പര്യമുള്ള ലോകത്തെ ഏറ്റവും മികച്ച സൈനിക ശക്തികളുള്ള ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്ററുകൾ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന, കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സാമ്രാജ്യ ശക്തികളാണ് അറേബ്യയുടെ 2 വശത്തും നമുക്ക് കാണാൻ സാധിക്കാം. 2 വശത്തും അതിന്റെ നടുവിൽ ഈ രണ്ട് സാമ്രാജ്യ ശക്തികളും തിരിഞ്ഞു നോക്കാത്ത, ആർക്കും വേണ്ടാത്ത, പ്രത്യേകിച്ച് അറേബ്യ കിട്ടിയതുകൊണ്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് അറേബ്യയിലേക്ക് അവരാരും അധിനിവേശം നടത്തിയിട്ടില്ല. കാരണം അത് കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അവിടെ ഒന്നുമില്ല. അവിടെ കൃഷിക്ക് പറ്റിയ സ്ഥലം കൂടിയല്ല, അവിടെ ജനങ്ങളും കുറവാണ്. അപ്പൊ അങ്ങനെ ഒരു സംസ്കാരത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിൽ ആർക്കും വേണ്ടാത്ത ഒരു സ്ഥലത്ത് അവിടെ ഒരു സംസ്കാരം രൂപപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് മൈക്കൽ എച്ച് ഹാർട്ട് നബിനെ തെരഞ്ഞെടുക്കാനുള്ള കാരണം ഒരു തരത്തിലും ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാത്ത ഇരുണ്ട കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുറെ കാട്ടറബികളെ, അല്ലെ, അതിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള ലോകത്തെ പ്രശസ്തമായ 2 സാമ്രാജ്യത്വ ശക്തികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് ഏകദേശം അമവിയ കാലഘട്ടം അവസാനിക്കുമ്പോൾ ഹിജ്റ 136-ലെത്തി അബ്ബാസികൾ ഭരണം കൈയാളുന്ന സമയത്ത് ഈ 2 സംസ്കാരങ്ങളും ഈ 2 സാമ്രാജ്യത്വ ശക്തികളും ലോക ചരിത്രത്തിന്റെ മാപ്പിൽ നിന്ന് അപ്രത്യക്ഷമാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 2 ഭാഗത്തുള്ള, അതായത് ഏകദേശം 600, 700, 800 വർഷത്തെ പാരമ്പര്യമുള്ള ലോകത്തെ ഏറ്റവും മികച്ച സൈനിക ശക്തികളുള്ള ഈ റോമൻ എംപററെയും ഈ പേർഷ്യൻ രാജാക്കന്മാരെയും പിന്നെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നില്ല. ആ രണ്ട് സാമ്രാജ്യങ്ങളെയും ഈ വെറും 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സംസ്കാരം കീഴ്പ്പെടുത്തുകയാണ്. വലിയ സൈന്യങ്ങളില്ല, അല്ലെ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രഖ്യാപിതമായ വലിയ സൈനിക ശക്തിയല്ല. അവിടെ സാധാരണ ജനതയാണ്, സാധാരണ പൗരന്മാരാണ് യുദ്ധത്തിന് വരിക. അത് ട്രെയിൻ ചെയ്ത സൈന്യങ്ങൾ അവിടെ ഇല്ല. ഈ 2 സാമ്രാജ്യ ശക്തികളെയും ഈ ചെറിയ പാരമ്പര്യമുള്ള ഒരു ചെറിയ സമൂഹം കീഴ്പ്പെടുത്തി ലോകത്തെ ഏറ്റവും മികച്ച ശക്തിയായി മാറി എന്ന് പറയുമ്പോൾ അത് അവരുടെ സൈനിക ശേഷിയല്ല. സത്യത്തിൽ എന്താണ് സഹോദരങ്ങളെ? അതാണ് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ലെ സബ്ബഹ യുസബ്ബിഹു എന്ന് പറഞ്ഞ സൂറത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിലെ. എത്ര സൂറത്തുകൾക്ക് അറിയാം? സബ്ബഹ യുസബ്ബിഹു കൊണ്ട് തുടങ്ങുന്ന, അതിനാണ് മുസബ്ബിഹാത്തുകൾ എന്ന് പറയാം. ഖുർആനിലെ സബ്ബഹ യുസബ്ബിഹു കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളെ മുസബ്ബിഹാത്തുകൾ എന്നാണ് പറയാം. അതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അതിൽ 90% മുസബ്ബിഹാത്തുകളും മദീന കാലഘട്ടത്തിന്റെ തുടക്കത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് മനസ്സിലാകും. എന്താണ് അതിന്റെ പ്രത്യേകത? മദീന കാലഘട്ടത്തിന്റെ തുടക്കത്തിലാണ് മുനാഫിക്കുകൾ ഉണ്ടായി വന്നത്. മക്ക കാലഘട്ടത്തിൽ മുനാഫിക്കുകളില്ല. അവിടെ മുശ്രിക്കുകളും മുസ്ലിമുകളും മാത്രമേ ഉള്ളൂ. അവിടെ മുഅ്മിനുകളും മുശ്രിക്കുകളും മാത്രമേ ഉള്ളൂ. കാരണം ഇസ്ലാം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല മെനക്കെടാണ്. കാരണം നമ്മൾ മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് കൊടിയ പീഡനങ്ങളാണ്, മർദ്ദനങ്ങളാണ്, പുറത്താക്കലാണ്, ബഹിഷ്കരണമാണ്. എല്ലാ തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ പീഡനമാണ് മക്കയിൽ ഒരാളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഈമാനുള്ള ഒരാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുള്ളൂ. സാധാരണ വെറുതെ ഒപ്പം നിൽക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയില്ല. നേരെ മറിച്ച് മദീനയിൽ എത്തുമ്പോൾ സാഹചര്യം മാറണം. മുസ്ലിങ്ങൾക്ക് അധികാരം വന്നു, മുസ്ലിങ്ങൾക്ക് സ്വാധീനം വന്നു. അപ്പൊ അവിടെ എന്താണ്? അവിടെ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടായി വരികയാണ്. എന്താണ്? ഇവിടെ നന്നായി ജീവിക്കണമെങ്കിൽ മുസ്ലിങ്ങളൊപ്പം നിന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഹൃദയത്തിൽ വിശ്വാസം അടിയുറക്കാത്ത ചില ആളുകളും എന്ത് ചെയ്യുന്നു? ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി മുസ്ലിമാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ കൂടെ നിന്നു. അവർക്ക് സത്യത്തിൽ ദീനിനോട് സ്നേഹമില്ല, ഉള്ളിൽ വെറുപ്പുള്ള ആളുകളുണ്ട്. അവരാണ് മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. അങ്ങനെ പുതിയ ഗ്രൂപ്പ് അവിടെ വന്നപ്പം അവിടെ മുസ്ലിമിലേക്ക് വന്ന ആളുകളിൽ ഈമാൻ ഉറക്കാത്ത ആളുകളുടെ ഈമാൻ ഉറക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സൂറത്തുകളാണ് മുസബ്ബിഹാത്തുകളായ സബ്ബഹ യുസബ്ബിഹു സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി, അല്ലെങ്കിൽ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി. ആകാശ ഭൂമികളിലെ സകല ചരാചരങ്ങളും സകല സൃഷ്ടികളും അല്ലാഹുവിനെ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ സൂറത്തുകൾ. അപ്പൊ ഈ സൂറത്തിൽ ജുമുഅ സൂറത്തിൽ അല്ലാഹു പറയാണ് എങ്ങനെയാണ് അല്ലെ ഈ 23 വർഷം കൊണ്ട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഏറ്റവും ഇരുണ്ട സംസ്കാരം എന്ന് പറയുന്ന അല്ലെ എല്ലാ തരത്തിലും സ്ത്രീകളെ പീഡിപ്പിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ മദ്യമാണെങ്കിലും യുദ്ധമാണെങ്കിലും എല്ലാ തരത്തിലും വളരെ മോശമായ അവസ്ഥയിൽ ജീവിച്ചിരുന്ന ആളുകൾ. ഇത് ഞാൻ പറഞ്ഞതല്ല സഹോദരങ്ങളെ, ഇത് ഏതെങ്കിലും ചരിത്രകാരന്മാര് ഭംഗിക്ക് വേണ്ടി പറയുന്നതല്ല. എന്താണ്? هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين എന്ന് അല്ലാഹു പറഞ്ഞതാണ്. എന്താണ്? അങ്ങനെ അവനാണ് ഒരു പ്രവാചകനെ നിയോഗിച്ചത്. هو الذي بعث في الأميين, ഉമ്മിയായ ഒരു പ്രവാചകനെ, എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു പ്രവാചകനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടുന്ന ഒരു സന്ദർഭം. അപ്പൊ ഞാൻ എപ്പോഴും അറിഞ്ഞ എനിക്കാണ് ആ വഹി കിട്ടിയതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ഗുഹയിൽ ഇങ്ങനെ ഈ നാട്ടിലെ തോന്നിയാസക്കിലൊക്കെ മടുത്തിട്ട് നമ്മളൊരു ഒറ്റക്ക് ഇങ്ങനെ പോയിരിക്കുക. അവിടെ ഒരാൾ വന്നിട്ട് നമ്മളെ കെട്ടിപ്പിടിക്കാം, എന്നിട്ട് എഴുതാൻ പറയാം, അല്ല വായിക്കാൻ പറയാം. നമുക്കാണ് എഴുതാനും വായിക്കാനും അറിയില്ല. എന്നിട്ടോ നല്ല 2 കുടുത്താണ് പിടിച്ച് എന്നിട്ട് പേടിച്ച് നമ്മൾ എന്താ അവിടെ നടക്കണമെന്ന് മനസ്സിലാകില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മളെ പെണ്ണുങ്ങളെ നമ്മളെ പുതപ്പിച്ച് നമ്മൾ പഞ്ചിങ്ങനെ കിടക്കാം.
പഞ്ചിങ്ങനെ കിടക്കുക. അല്ലെങ്കിൽ നമ്മളിവിടെ ബേജാറായിട്ട് എന്താ സംഭവിച്ച ആരാ വന്നതെന്ന് അറിയില്ല, നല്ല 4 പുടുത്തം കുടിച്ച് ഭാര്യയ്ക്ക് വരുത്തായിട്ട് വെച്ച സ്വസായിക്കാരൻ വെച്ച, എന്നിട്ട് നമ്മൾ കരി പോയി കുത്തിർക്കും, പഞ്ചിങ്ങനെ കുത്തിർക്കും. പെണ്ണുങ്ങൾ നമുക്ക് ചൂടൊക്കെ ഉണ്ടാക്കി തന്ന് നല്ല ചുക്കാപ്പിയൊക്കെ ഉണ്ടാക്കി അവിടെ ഇങ്ങനെ പഞ്ച് കുത്തിർക്കുമ്പോൾ അയലോക്കാരൻ ഒരു വയസ്സ പെണ്ണുങ്ങളെ കുടുംബക്കാരൻ ആലോചിച്ചാൽ ഖദീജാബിന്റെ കസിനാണ് വരുന്നത്. ആ ഒരു വറക്കത്ത് മുന്നോഫിൽ വരുന്നത്, നല്ല താടി വെച്ച് ഏകദേശം ഒരു 100 വയസ്സൊക്കെ ഉണ്ടാവും. 100 വയസ്സൊക്കെ ഉള്ള മനുഷ്യൻ ഇങ്ങനെ വന്നിട്ട് എന്താ ഉണ്ടായതെന്നൊക്കെ ചോദിക്കാം. നബി പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് തലേനെ പൊന്തിച്ചില്ല, പേടിച്ചു കുത്തിരിക്കാണ്. എന്താ ഉണ്ടായതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ പറയാണ്, ഇത് മൂസാ നബിക്ക് വന്ന അതേ മലക്കാണ് വന്നത്, ഇത് ജിബ്രീലാണ്, ഈ നബി ആകാൻ പോവാണ്, നബിയാകാൻ പോവാണ്. അല്ല നബിക്ക് ആകാശത്തെ എഴുതി കാണിച്ചല്ല മുഹമ്മദ് നബിയാണെന്ന്. വറക്കത്ത് മുനൗഫിൽ വന്നിട്ട് പറയാണ് ഈ നബിയാകാൻ പോവാണ്. അപ്പൊ നബിക്ക് ഇങ്ങോട്ട് ഉറക്കണില്ല. അപ്പോഴും നബി ഇങ്ങനെ തലി താത്തി കുത്തിരിക്കാണ്. അപ്പൊ പറയാണ് കുറച്ച് കഴിഞ്ഞാൽ അന്ന വരുന്നത് പുറത്താക്കും. അപ്പോഴാണ് നബി തല പൊന്തിച്ചത്. കുറച്ച് കഴിഞ്ഞാൽ അന്ന വിടുന്ന ഇവർ പുറത്താക്കുന്നത്. കാരണം അതൊരിക്കലും നടക്കാൻ സാധ്യത ഇല്ലാത്തൊരു കാര്യമാണ്. വറക്കത്ത് മുനൗഫൽ ആ ഡയലോഗ് പറയുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരുടെ കണ്ണിലുണ്ണിയാണ്, അൽ അമീനാണ്, അവർക്ക് ഇഷ്ടമാണ് നബിനെ. ആ ഒരു സമയത്താണ് എന്ത് പറയുന്നത്, നീ ഇവിടുന്ന് പുറത്താക്കപ്പെടുന്നു പറയുന്നത്. അപ്പോഴാണ് നബി തല പൊന്തിച്ച് ഞാൻ ഇവിടുന്ന് പുറത്താക്കുക, ഇന്നെ ഇവിടുന്ന് പുറത്താക്കുക എന്ന് ചോദിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ പറയുന്നത്, അന്നെ പുറത്താക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെ ആയിരിക്കും, പക്ഷെ ആ മനുഷ്യൻ കുറച്ച് എനിക്ക് വരികയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയുള്ള പ്രവാചകനാണ്, ആ വന്നത് ജിബ്രീലാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് വറക്കത്ത് ബിൻ നൗഫൽ ജീവിച്ചത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മരിച്ചു പോകണം. അങ്ങനെ ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണെന്ന് സ്വയം ബോധ്യപ്പെടുന്നത്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് വഹിയില്ല, കുറച്ചു കാലത്തേക്ക് വഹിയൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ആലോചിച്ച് പിന്നെ വഹിയില്ലാതൊക്കെ ജനങ്ങൾ കളിയാക്കാം, എന്താ പിന്നെ ആളൊക്കെ പോയോ, പിന്നെ വിവരം പിടിച്ച ആൾക്കാരെ കാണാനില്ലാതായോ എന്ന് നബിനെ പരിഹസിക്കാൻ തുടങ്ങിയപ്പം നബിക്ക് വീണ്ടും തോന്നുകയാണ് ഞാൻ നബി എന്നല്ലേ, ഞാൻ നബി എന്നല്ലേ. അപ്പോഴാണ് വധുഹാരങ്ങളുണ്ട് നബിനെ സമാധാനപ്പെടുത്തുന്ന, നബിയെ നിങ്ങളെ കൈവിട്ടിട്ടില്ല, നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല, റബ്ബുകളെ വെറുത്തിട്ടില്ല എന്നൊക്കെ വഹിയിറങ്ങി. ഞാൻ പറഞ്ഞു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയിറങ്ങിയിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ് എന്ന് അവർക്കിടയിൽ ജീവിച്ചു കാണിച്ചിട്ട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തില്ലേ നബി സല്ലല്ലാഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താണ് ബൈത്തുൽ മുഖദ്ദസിന്റെ കീ വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്, ആ ചാവി വാങ്ങാൻ വേണ്ടിയിട്ട്. അന്നത്തെ സേനാനായകനെ ബൈത്തുൽ മുഖദ്ദസ് കീഴ്പ്പെടുത്തിയപ്പോ അവിടുത്തെ പാതിരി പറഞ്ഞത്, അവിടുത്തെ റബ്ബി പറഞ്ഞു താക്കോല് സേനാനായകന് ഏറ്റവും വിലപ്പെട്ട സാധനമാണ് ഇത് ബൈത്തുൽ മുഖദ്ദസ്, അതുകൊണ്ട് ഈ താക്കോല് സ്വീകരിക്കണമെങ്കിൽ ഖലീഫ നേരിട്ട് വരണം, ഖലീഫ നേരിട്ട് വന്നാലേ താക്കോല് തരുള്ളൂ. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വൃത്യന്റെ കൂടെ ഒരു ചാവാലി കഴുതയിച്ചാണ് ഇവിടുന്ന് മദീനത്ത് നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്നത്. അത്രയും ദൂരം യാത്ര ചെയ്യുന്നത്. രണ്ടാൾക്ക് കയറാൻ പറ്റൂല ആ കഴുതമ്മേ, ഒരാൾക്ക് കയറാൻ പറ്റൂല. അപ്പൊ കുറച്ചേരം ഉമർദാവിന് കയറും, അത് കഴിഞ്ഞ് ഉമർദാവിന് ഈ കഴുത എന്താണ് നടക്കുന്ന ആളും വൃത്യം നടക്കായിരിക്കും. അപ്പൊ നടക്കുന്ന ആള് ക്ഷീണിച്ചാൽ എന്ത് ചെയ്യും, പിന്നെ ക്ഷീണിച്ചാണ് കഴുതമ്മ കയറുക. അപ്പൊ കഴുതമ്മ ആളാണ്. അങ്ങനെ ടേൺ ആയിട്ടാണ് അത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തുന്നത്. ആ ഇത്ര സന്ദർഭത്തിൽ ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ കാത്തിക്കാണ് ആരെ, ഇസ്ലാമിക ഖലീഫനെ കാത്തിക്കാണ്. 17 സ്ഥലത്ത് കണ്ടം വെച്ച കുപ്പായിട്ടിട്ടാണ്, 17 സ്ഥലത്ത് കീറിയ തുന്നിച്ചേർത്ത പാടുകളുമായിട്ടുള്ള ഒരു കുപ്പായിട്ടിട്ടാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നത്. ഇത് കണ്ടിട്ട് സേനാനായകൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് നല്ലൊരു കുപ്പായം ഇവിടെ റെഡിയാക്കി തരുന്നതാണ്, ഞങ്ങൾ നല്ലൊരു കുപ്പായം. ആരായിരുന്നു ഉമർ? ഏറ്റവും നല്ല ഡ്രസ് ഇട്ടിട്ട് ഏറ്റവും നല്ല സുഗന്ധദ്രവ്യം പൂശിയിട്ട് ഉക്കാള ചന്തയിൽ നടന്ന ഒരു ഉമർ ഉണ്ടായിരുന്നു അല്ലെ. അതിന് പ്രധാനം തിരിച്ചു കൊടുത്തൊരു മറുപടി ഉണ്ട്. എന്താണ്? ഉമറിന് ഇസ്സത്ത് നൽകിയത് ഇസ്ലാമാണെന്നാണ്. കാരണം നല്ല കുപ്പായും നല്ല അത്തറൊക്കെ ഉള്ള ഒരു കാലം, ഉക്കാള ചന്തയിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഉമറിന് പ്രതാപം ഉണ്ടായിരുന്നില്ല, ഉമറിന് ഇസ്സത്ത് ഉണ്ടായിരുന്നില്ല. ഉമറിന് ഇസ്സത്ത് നൽകിയത് ഇസ്ലാമാണെന്നാണ്, ഇസ്ലാമാണ്. അതുകൊണ്ട് ഇസ്ലാം അല്ലാത്ത ഒന്നിൽ ആരെങ്കിലും ഇസ്സത്ത് അന്വേഷിച്ചു പോയാൽ അള്ളാഹുവിന്റെയും ആണ് നിന്യനാക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ അങ്ങനെ അവരെ മാറ്റിയെടുത്ത ആ ഒരു 23 വർഷം അത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സംസ്കാരത്തിനാണ്. ലോകത്ത് അറിയപ്പെടുന്ന വലിയ 2 സാമ്രാജ്യ ശക്തികളെ വെറും 100 വർഷത്തെ പാരമ്പര്യം കൊണ്ട് ഒരു സുസജ്ജമായ സേന പോലും ഇല്ലാത്ത ഒരാൾക്കൂട്ടം വിഴുങ്ങി എന്ന് പറയുമ്പോൾ അത് എന്തിന്റെ പവറാണ്? അതാണ് പഠിച്ചോ പറഞ്ഞത്. ആ പവർ എന്ന് പറഞ്ഞത് അത് നബിന്റെ പവറല്ല, അത് അള്ളാഹുവിന്റെ വഹീന്റെ പവറാണ്. എന്തുകൊണ്ടാണ് ആ മാറ്റം ഉണ്ടായത്? സൂറത്തു ജുമുഅയിൽ അല്ലാഹു പഠിപ്പിക്കുന്നതാണ്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. എങ്ങനെയാണ് മാറ്റം ഉണ്ടായത്? അവർക്കിടയിൽ ഒരു പ്രവാചകനെ നിയോഗിച്ചു. ആ പ്രവാചകൻ എന്താണ്? ആ പ്രവാചകൻ എഴുത്തുമായനെ അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ വഹിയാണ്. സ്വന്തമായിട്ട് പഠിച്ചെടുത്തതോ സ്വന്തമായിട്ട് എഴുതിണ്ടാക്കിയതോ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു അറിവ് ഗ്രഹിച്ചതോ ആയ അങ്ങനത്തെ ഒരു തരത്തിലുള്ള അറിവുമില്ലാത്ത നിരക്ഷരനായ ഒരു പ്രവാചകനാണ് ഈ ആയത്തുകൾ ഓതിക്കൊടുത്തത്. അതുകൊണ്ട് അത് അല്ലാഹുവിന്റെ വഹിയാണ് അല്ലെ. അതാണ് ശരിക്കും അവിടെ ഓതിക്കൊടുത്തു, അവിടെ പഠിപ്പിച്ചു എന്നാണ്. ആ പ്രവാചകന്റെ ജീവിതം, ആ ഖുർആനിന്റെ വ്യാഖ്യാനമായ പ്രവാചകന്റെ 23 വർഷത്തെ ജീവിതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിച്ചത്. അതാണ് നമുക്ക് വേണ്ടി ബാക്കി വെച്ച് പോയത്. നമ്മൾ ഈ ക്ലാസ്സിലും ഓൺലൈൻ പഠനവേദിയിലൊക്കെ നമ്മൾ അറിയാനും പഠിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ സത്യത്തിൽ ഈ വഹിയാണ്. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിലേക്ക് അത് മാനസാന്തരപ്പെടാൻ അതിന്
കൃത്യമായിട്ട് ഗൈഡൻസ് നൽകാൻ അള്ളാഹുവിന്റെ ഹുദയായ ഖുർആനും അള്ളാഹുവിന്റെ വഹിയായ സഹീഹായ ഹദീസുമാണ് അള്ളാഹു ആ പ്രവാചകൻ ഇറക്കി കൊടുത്തത്. അത് പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് പ്രയോഗവൽക്കരിക്കാനുള്ള ഒരു കൂട്ടായ്മയാണ് സഹോദരങ്ങളെ നമ്മൾ. അതുകൊണ്ട് ഈ അള്ളാഹുവിന്റെ റസൂലിന്റെ മിഷനിലെ ക്ലാരിറ്റി അത് വളരെ ക്ലിയർ. അത് പ്രവാചകനിൽ നിന്നാണ്. അത് ലോകാവസാനം വരെ നിലനിൽക്കും. ഏറ്റവും നല്ല ഉൾക്കാഴ്ചയിലൂടെയാണ് അള്ളാഹുവിന്റെ റസൂല് ആ മാർഗത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതത്തിന് ശേഷം, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന യഥാർത്ഥ കാഴ്ചപ്പാട് അല്ലെ, നമ്മൾ എന്തൊക്കെ എങ്ങനെ ആര് നിഷേധിച്ചാലും മരണത്തിന് ശേഷം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ നമ്മൾ ഈ ദുനിയാവിന്റെ വഞ്ചനയിൽ അകപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ തടസ്സം എന്നത്. നോക്കി, പ്രവാചകൻ ദരിദ്രനായിരുന്നു അല്ലെ, പ്രവാചകൻ സമ്പന്നനായിരുന്നില്ല, പ്രവാചകൻ എന്തെങ്കിലും അധികാരം മക്കയിലുണ്ടായിരുന്നില്ല. എന്നിട്ടും പ്രവാചകൻ നല്ലൊരു ജീവിതം കിട്ടിയെന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താണ് ജീവിതം കൊണ്ട് നമ്മൾ കിട്ടുന്ന, നമ്മൾ അന്വേഷിക്കുന്ന സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ പ്രസക്തി കൊണ്ടോ? അപ്പൊ നമ്മളിങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. ആൾക്കാർ ആദ്യമൊക്കെ നമ്മൾ പൈസ ഉണ്ടാക്കാനാണ് എപ്പോഴും ആൾക്കാർ നോക്കുക. പൈസ ഉള്ള ആൾക്കാരിലേക്ക് നമ്മൾ നോക്കിയാൽ പിന്നെ ആ പൈസ നാലാളെ കാണിക്കാനാണ് നോക്കുക. നമുക്ക് നോക്കിയാൽ ഒബ്സർവ് ചെയ്യാൻ മനസ്സിലാവും. എന്താണ്, ആദ്യം പൈസ ഉണ്ടാക്കും, പിന്നെ ആ പൈസ കാണിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ലക്ഷ്യം. അത് നമ്മൾ വലിയ സംഭാവനകൾ കൊടുത്തിട്ടായിരിക്കും, നമ്മളിങ്ങനെ അവാർഡ് വാങ്ങിയിട്ടായിരിക്കും, അവാർഡ് കൊടുത്തിട്ടായിരിക്കും, ആ ഒരു തരത്തിലുള്ള പ്രസക്തി ഉണ്ടാകാൻ ആൾക്കാർ നോക്കുക. അതും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ആൾക്കാർ എന്താ ശ്രദ്ധിക്കുക വെച്ചാൽ എങ്ങനെയെങ്കിലും അധികാരമാണ്, പണവും പ്രശസ്തിയും കിട്ടിയാൽ പിന്നെ അധികാരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ MP ആകാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും MLA ആകാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയത്തിൽ മത്സരം, സിനിമാ നടന്മാരൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് അധികാരം കിട്ടാനാണ് ആളുകൾ നോക്കുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ ലക്ഷ്യമായി പറഞ്ഞെടുത്ത്, അല്ലെങ്കിൽ എന്താണ് സത്യത്തിൽ ഒരു വിശ്വാസിക്ക് കിട്ടുക എന്നുള്ളത്, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ എന്താണ് വിശ്വാസിക്ക് കിട്ടുക? മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബതൻ. ഒരു നല്ല ജീവിതം അള്ളാഹു നമുക്ക് നൽകുമെന്നാണ്, അവർക്ക് നൽകുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ എന്താ സഹോദരങ്ങളെ ഹയാത്തൻ ത്വയ്യിബത്തൻ? ഇവിടെ അള്ളാഹു പണം തരുമെന്നോ പ്രശസ്തി തരുമെന്നോ സമ്പത്ത് തരുമെന്നോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുനിയാവിന്റെ അല്ലെങ്കിൽ ഭൗതികമായ വിഭവങ്ങൾ തരുമെന്ന് അള്ളാഹു ഒരിക്കലും പറഞ്ഞിട്ടില്ല അല്ലെ. ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബത്തൻ. ഞാൻ കഴിഞ്ഞ ദിവസം എന്താണ് തിരുവനന്തപുരത്തിൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് പോരുന്ന സന്ദർഭത്തിൽ ചെറിയ ട്രെയിനൊക്കെ ലേറ്റായി എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയ ട്രെയിന് പാളം തെറ്റിയതുകൊണ്ട് ആദ്യം പറഞ്ഞത് ഒരു അരമണിക്കൂർ ലേറ്റ് ആവും, പിന്നെ പറഞ്ഞു 3/4 മണിക്കൂർ ലേറ്റ് ആവുന്നു, പിന്നെ ഒരു വിവരമില്ല. അപ്പൊ ആൾക്കാർക്ക് ഇങ്ങനെ കാത്തു കെട്ടി കിടക്കാൻ, ട്രെയിൻ ഒന്നും വരുന്നില്ല, ഒരു 2 ഭാഗത്തേക്കും ട്രെയിൻ പോകുന്നില്ല. അപ്പൊ ഞാൻ എന്റെ അടുത്ത് AC ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വണ്ടി വരാനിങ്ങനെ വണ്ടിയിൽ വന്നാൽ നേരെ AC കയറുന്ന പിന്നെ നമ്മളെ ചൂടൊക്കെ പോകുമല്ലോ, അപ്പൊ വേറെ സമാധാനം കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ വണ്ടി പ്രതീക്ഷിക്കുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഒരു 2 മണിക്കൂറായിട്ട് വണ്ടി വരാതെ നിൽക്കുമ്പോൾ ഒരു മാനസികാവസ്ഥ. അപ്പോ എന്റെ കൂടെ ഇങ്ങോട്ട് പോരാൻ നിൽക്കുന്ന ഒരാളുണ്ട്. അയാള് ഉടനെ എന്ത് ചെയ്തു, വണ്ടി ഇനി ഇപ്പഴത്തൊന്നും വരില്ലാന്ന് കണ്ടപ്പോ ഒരു മുണ്ട് വിരിച്ചിട്ട് ഒരൊറ്റ കട്ടം, നല്ല ചൂട് ഇങ്ങനെ അടിക്കണം, നല്ല ചൂട് ഞാനൊക്കെ വേറത്തിങ്ങനെ വിളിച്ചാണ്. മൂപ്പര് അവിടെ കിടന്ന് ഒരു കിടന്നല്ല ഒരു 2 ടൈം കൂട്ടം വെച്ചു, നല്ല ഉറക്കം വേണം ഉറങ്ങാൻ. അപ്പൊ ഞാനിപ്പുറത്ത് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഇപ്പുറത്ത് ഇരുന്നിട്ട് ഈ ആയത്തിൽ എപ്പോഴും കുറച്ച് കാലം ഇഷ്കാൽ ഉണ്ടാക്കിയ ആയത്തിൽ ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബത്തൻ എന്ന് പറഞ്ഞാല് നല്ലൊരു ജീവിതം നൽകുന്നതാണ് അള്ളാഹ് പറയണേ. അപ്പൊ അത് ആഖിറത്തിലല്ല ഇപ്പൊ നല്ല ജീവിതം കിട്ടും. ദുനിയാവിൽ ഇപ്പൊ നല്ലൊരു ജീവിതം, ഇപ്പൊ പലസ്തീനിൽ ഇങ്ങനെ തലന്റെ മുകളിലൂടെ മിസൈൽ വന്ന് തിന്നാൻ കിട്ടാതെ പട്ടിണി കിടന്ന് അപ്പൊ എപ്പോഴും മരിക്കണം കുട്ടികളെ ആൾക്കാരൊക്കെ രൂപം കണ്ടു, അതൊരു ഹയാത്തൻ ത്വയ്യിബത്താണോ? അതൊരു നല്ല ജീവിതമാണോ? അപ്പൊ അല്ലാഹു പിന്നെ എന്താണ് മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബത്തൻ എന്ന് പറയുമ്പോൾ ദുനിയാവിന് അങ്ങനെ കിട്ടൂലേ? ഒരു വിശ്വാസിക്ക് നല്ലൊരു ജീവിതം കിട്ടൂലേ? ഇബ്നു തൈമിയ്യ പറഞ്ഞത് ദുനിയാവിന് നല്ലൊരു വിശ്വാസിക്ക് നല്ലൊരു ജീവിതം കിട്ടുന്ന പറഞ്ഞത്. കാരണം ദുനിയാവിന് ആർക്ക് സ്വർഗം, ഈ ദുനിയാവിന് ആർക്കൊരു സ്വർഗം കണ്ടെത്താൻ സാധിച്ചില്ലയോ അവന് ആഖിറത്തിലെ സ്വർഗം ആസ്വദിക്കാൻ കഴിയണം. അപ്പൊ ദുനിയാവിൽ എന്ത് പ്രയാസത്തിന്റെ ഇടയിലും ഒരു ദുന്യവിയായ ജീവിതത്തിൽ മനുഷ്യന് സ്വർഗം ആസ്വദിക്കാൻ കഴിയണമെന്നാണ്. അപ്പൊ ദുനിയാവിലും കിട്ടുമെന്നാണ്. അപ്പൊ ഞാൻ എന്റെ കൂടെ ഇരിക്കുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചത്. മൂപ്പര് പറഞ്ഞു ഹയാത്തൻ ത്വയ്യിബത്തൻ എന്ന് പറഞ്ഞാല് ഇയാൾ ഇവിടെ കിടക്കുന്നുണ്ടല്ലേ, ഈ ചൂടത്ത് നല്ല മൂർക്കം വെച്ച് കടന്നു പറഞ്ഞില്ലേ, അതിനാണ് ഹയാത്തൻ ത്വയ്യിബത്തൻ എന്ന് പറയുന്നത്. അത് സത്യമാണ്. കാരണം നമുക്ക് പണം ഉണ്ടെങ്കിൽ, ഞാൻ ചെറുപ്പത്തിലെ കാര്യം ഞാൻ എന്റെ പേരിൽ കറണ്ട് ഒന്നും ഇല്ലെന്ന്, അപ്പൊ ഞാൻ വലുതായിട്ട് മണക്ക് AC ഒക്കെ ഇട്ടിട്ട് ഒരു 17 ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ട് നല്ല കമ്പിളി ഒക്കെ ഇട്ട് പൊതച്ച് കിടന്നു. ഇതൊരു ആഗ്രഹം. ഇത് നമുക്ക് AC ഒക്കെ കിട്ടിയാൽ നല്ല തണുപ്പിച്ചുകൊണ്ട് പകല് ജനലൊക്കെ അടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് കമ്പിളി കിട്ടി നല്ല തണുപ്പിച്ച് ഉറങ്ങാം. അപ്പൊ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നല്ലൊരു പെര വാങ്ങാൻ പറ്റും, നിങ്ങൾക്ക് AC വെക്കാൻ പറ്റും, നിങ്ങൾക്ക് കംപ്ലീറ്റ് കണ്ണ് ചിമ്മാനേ പറ്റുള്ളൂ. ഉറക്കം എന്നുള്ള സാധനം അത് അനുഗ്രഹമാണ്, അടച്ചോണ്ടിരുന്നതാണ്. അത് പൈസ കൊടുത്താൽ വാങ്ങാൻ പറ്റൂല. ഉറക്കുളിക ചിലപ്പോൾ കുടിച്ചില്ല, അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ. എന്നാലും ചിലപ്പോൾ ഒരു ഗുളിക കുടിച്ച് ഉറങ്ങാത്ത ആൾക്കാരുണ്ട്, 2 ഗുളിക കുടിച്ച് ഉറങ്ങാത്ത ആൾക്കാരുണ്ട്.
ഗുളികന്റെ ഡോസ് കൂടിയിട്ട്, അതായത് ഉറങ്ങും, കണ്ണിങ്ങനെ തൂങ്ങും, പക്ഷെ മനസ്സുറങ്ങൂല, അസ്വസ്ഥമായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ചില ഉറക്കുളിക ഡോസ് ഉറങ്ങൂല ആൾക്കാര്, ജീവിച്ചില്ല മരിച്ചില്ല എന്നമാരുള്ള ആൾക്കാരാണ് പേഷ്യൻസിന് ഉറക്കുളിക ഡോസ് കൂട്ടി കൊടുത്തിട്ടുണ്ടാവും. എന്താ അങ്ങനെ ഇന്നലെ പാപ്പ അങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞാണ് വഴക്കുന്നത്, ഉറങ്ങിയിട്ടില്ല. അപ്പൊ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ അത്ര ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ വീട് വെക്കാം, നല്ല മണിമാളികൾ ഉണ്ടാക്കാം, AC വെക്കാം. പക്ഷെ ആ വീട്ടിന്റെ ഉള്ളിൽ സമാധാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കിട്ടണമെന്ന് യാതൊരു പൈസ കൊടുത്താൽ കിട്ടുന്ന സാധനമല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. അത് പൈസ മാത്രമല്ല, അങ്ങനെ പൈസ കൊണ്ട് കിട്ടുന്നതാണ് സമാധാനം എന്നുണ്ടെങ്കിൽ, നല്ലൊരു ജീവിതം ഉണ്ടെങ്കിൽ. ഇവിടെ എന്തിനാണ് സഹോദരങ്ങളെ ഈ പൈസ ഉള്ള വലിയ വലിയ സെലിബ്രിറ്റികളും വലിയ വലിയ ആളുകളൊക്കെ എന്തിനാണ്? മൈക്കൽ ജാക്സൺ ആത്മഹത്യ ചെയ്ത് എന്തിനാ? പിന്നെ ലോകത്തിന് ഒരു 100 തലമുറക്ക് ജീവിക്കാൻ സമ്പത്തുള്ള ആളുകൾ എന്തിനാണ് പിന്നെ ആത്മഹത്യ ചെയ്യുന്നത്? എന്തിനാണ് ആത്മഹത്യ? അപ്പൊ അത് പൈസ കൊണ്ട് നേടാൻ പറ്റിയൊരു സാധനമല്ല. എന്ന് പറഞ്ഞത് അത് അള്ളാഹുവിന്റെ ഔദാര്യമായിട്ട്, അള്ളാഹുവിന്റെ ഒരു തൗഫീഖാണ്. അപ്പൊ അത് സഹോദരങ്ങളെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ച് കാണിച്ചു കൊടുത്തത്. പ്രയാസങ്ങൾ ഉണ്ടായിട്ട്, അധികാരമില്ലാതിരുന്നിട്ടും, അല്ലെ, സമ്പത്തില്ലാതിരുന്നിട്ടും, എന്താണ് ഈ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വഹി കിട്ടിയതിനു ശേഷം നബിക്ക് ഇത് ആദ്യ രഹസ്യ പ്രബോധനമല്ലോ, അപ്പൊ അത് ഒന്ന് പരസ്യമായിട്ടൊന്ന് പറയണമെന്നുണ്ട്. അപ്പൊ നബി അന്നത്തെ അറബികളുടെ രീതി എന്താ വെച്ചാല്, നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കുടുംബക്കാരെ സൽക്കാരത്തിന് വിളിച്ചു, എന്നിട്ട് തിന്നാൻ കൊടുത്തതിന് ശേഷമാണ് എന്തെങ്കിലും കാര്യങ്ങൾ പറയും. അപ്പൊ അങ്ങനെ അലി റളിയല്ലാഹു കൂടി പ്ലാൻ ചെയ്യാം. എന്ത്, നമ്മള് ഒരു സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാരും വിളിച്ചു, ഇല്ലാത്ത പൈസ അവിടുന്ന് ഇവിടുന്നൊക്കെ സംഘടിപ്പിച്ചുണ്ടാക്കി ഒരു വലിയ പരിപാടിയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നബിക്ക് ഇത് പറയാൻ ധൈര്യം കിട്ടില്ല. അങ്ങനെ ആദ്യത്തെ സദ്യ ചീറ്റിപ്പോയി എന്നാണ് ഇബ്നു ഹിഷാമിന്റെ സീറയിൽ ഇബ്നു ഹിഷാം പറഞ്ഞത്. ആദ്യത്തെ അങ്ങനെ ഉണ്ടാക്കിയ സദ്യ ചീറ്റിപ്പോയി, കാരണം നബിക്ക് പറയാൻ ധൈര്യം കിട്ടാത്തതുകൊണ്ട് നടന്നില്ല. രണ്ടാമതാണ് എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും പ്രയാസത്തിലായിരുന്നു നബി. സമ്പത്ത് ഉണ്ടായിരുന്നില്ല, അധികാരം ഉണ്ടായിരുന്നില്ല, എല്ലാ തരത്തിലുള്ള അവഗണന ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന മക്കളൊക്കെ വെച്ചൊരു 5 6 ആൺകുട്ടികൾ നബിന്റെ മരിച്ചു പോയിട്ടുണ്ട്. അത്രയേറെ ദുരിതങ്ങളിലൂടെ കടന്നുപോയ, അല്ലെ, പെൺകുട്ടികളെ കെട്ടിച്ച പെൺകുട്ടികളെ ഡൈവോഴ്സ് ആയിട്ട് വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്നാക്കുന്ന ഒരവസ്ഥ. എന്തുകൊണ്ട് മുസ്ലിം ആയാലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനിച്ച ആൺകുട്ടികളൊക്കെ മരിച്ചു പോകുക, അല്ലെ, ബഹിഷ്കരിക്കപ്പെടുക, എല്ലാ തരത്തിലും പീഡിപ്പിക്കപ്പെട്ടിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും സമാധാനത്തോടെ മക്കയിൽ ജീവിച്ചു. ഒരു ഹയാത്തൻ ത്വയ്യിബത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അതാണ് സഹോദരങ്ങളെ ലൈസൽ ഗിന. ഗിന എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കസ്റത്തുൽ അർളല്ല, അല്ല, ജീവിതത്തിന്റെ വിഭവങ്ങൾ വർദ്ധിച്ചു കിട്ടുക എന്നതല്ല സത്യത്തില് ജീവിതത്തിന്റെ സന്തോഷം എന്നത്. അതെന്താണ്? വലാകിന്നൽ ഗിന നഫ്സാണ്, നഫ്സിന്റെ ധന്യതയാണ്, അല്ലെ, മനസ്സിന് സമാധാനം ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് കഴിഞ്ഞ പെരുന്നാൾക്ക് പറഞ്ഞാണ്, പെരുന്നാൾക്ക് യാതൊരു സന്തോഷവും ഇല്ല. ഇവരുടെ പെരുന്നാൾക്ക് എന്താ വെച്ചാൽ എനിക്ക് പെരുന്നാളില്ല എന്നല്ലോ. ചില ആൾക്കാർ എനിക്ക് ഇപ്രാവശ്യം പെരുന്നാളില്ല. അപ്പൊ എന്താ പ്രശ്നം? പ്രശ്നം എന്താ വെച്ചാല് മുമ്പ് വാപ്പാക്ക് എന്തോ സീരിയസ് ആയിട്ടുള്ള അസുഖമായിട്ട് ആശുപത്രിയിലായിരുന്നു. വാപ്പാക്ക് സീരിയസ് ആയ അസുഖം വന്ന് ആശുപത്രിയിലായാൽ സഹോദരങ്ങളെ എങ്ങനെ പെരുന്നാളില്ലാതാണ്? പെരുന്നാളിന്റെ സന്തോഷം തന്നെ പടക്കം പൊട്ടിക്കലാണോ? പെരുന്നാളിന്റെ സന്തോഷം തന്നെ ടൂർ പോകലാണോ? പെരുന്നാളിന്റെ സന്തോഷത്തെ നമ്മൾ എന്തെങ്കിലും ഭൗതികതയുമായി കൂട്ടിക്കെട്ടുമ്പോഴാണ് നമുക്ക് അങ്ങനെ പറയേണ്ടി വരിക. നേരെ മറിച്ച് പെരുന്നാളിന്റെ എന്താണ്? എന്തിനാണ് പെരുന്നാൾ? ഖുർആനിൽ പഠിച്ച നോമ്പ് നിർബന്ധമാക്കിയതിന് തുടർച്ചയായിട്ട് അള്ളാഹ് പറയാണ്, അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് എന്തിനാണ്? നോമ്പ് തെക്കുവണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ആ തെക്കുവ കൈവരിച്ചതിന് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനെ തെക്കുബീർ ചെയ്യാനാണ് അള്ളാഹു എന്ത് ചെയ്ത് നിങ്ങൾക്ക് പെരുന്നാൾ തന്നത്. അതുകൊണ്ട് ആ വാപ്പ ഐസിയിലാണെങ്കിൽ തെക്കുബീർ ചെയ്യാൻ എന്താ പ്രശ്നമുള്ളത്? പെരുന്നാളിന്റെ സന്തോഷം തന്നെ തെക്കുബീറാണ്. ആ സന്തോഷത്തിന് സത്യത്തിൽ ഒന്നും തടസ്സമല്ല. ഇനി വാപ്പ് മരിച്ചാലും തടസ്സമല്ല, കുട്ടികൾ മരിച്ചാലും തടസ്സമല്ല. തെക്കുബീർ എന്ന് പറഞ്ഞത് തോന്നുന്ന ഐസിന്റെ മുമ്പിൽ നിന്ന് ചെല്ലാനേക്കാളും ബാക്കി യൂട്യൂബ് കാണുന്നേക്കാൾ സന്തോഷം തെക്കുബീർ ചെല്ലാൻ മൂടുണ്ടാകുക. അപ്പൊ പെരുന്നാളിന്റെ സന്തോഷം തന്നെ തെക്കുബീറാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ ജീവിതത്തിലെ സന്തോഷമായി കാണേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും റസൂലും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് സ്നേഹത്തോടു കൂടി അനുഷ്ഠിക്കുമ്പോഴാണ്. അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ജീവിതത്തിന്റെ ലക്ഷ്യം ഇബാദത്താണെന്നാണ്. എന്താണ് ഇബാദത്ത്? എന്താണ് ഇബാദത്ത്? അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ വാക്കുകളെയും പ്രവർത്തികളെയുമാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇബാദത്ത് നിർവചിച്ചത്. അല്ലെ? അപ്പോ ഇബാദത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും നമ്മള് ഇപ്പൊ ഏതൊരു കാര്യം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് നമ്മൾ വിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെ, ഉറങ്ങണതിന് മര്യാദയോടുകൂടി നമ്മൾ ഉറങ്ങുമ്പോൾ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ ഇബാദത്ത് അതേപോലെ ചെയ്യുമ്പോൾ, അങ്ങനെ ഏത് രൂപത്തിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇബാദത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അപ്പൊ അതെങ്ങനെ നിർവഹിക്കണം എന്ന് കൃത്യമായിട്ട് പഠിക്കാനാണ്, അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സാഹചര്യത്തിലും എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെയാണ് പ്രവർത്തിച്ചത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് സഹോദരങ്ങൾ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്.
അപ്പോ ആ രൂപം പഠിക്കാനാണ് ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ചേർന്നതും നമ്മൾ ബക്കറ പഠിക്കണമൊക്കെ എന്താണ് അതിന്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അത് സിൻസിയർ ആയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രകടനപരത വരാതെ, അതിൽ ആരെങ്കിലും കാണണമെന്നോ വേറെ എന്തെങ്കിലും ലക്ഷ്യം വരാതെ ഏറ്റവും ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാം. ഇപ്പൊ ഒരു കാര്യത്തിന്റെ നിയ്യത്ത് ഇല്ലേ, നമ്മളെപ്പോഴും പറയും ആ നിയ്യത്ത് നന്നാവുമ്പോഴാണ് ഇബാദത്ത് സ്വീകരിക്കപ്പെടുള്ളൂ. അള്ളാഹു അല്ലാത്ത തൃപ്തിയല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഇബാദത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ചാൽ അത് എന്ത് ചെയ്യാം, ആ ഇബാദത്ത് സ്വീകരിക്കപ്പെടുന്നതല്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ ഇപ്പൊ സൂറത്തുൽ ഇൻസാനിലെ ആയത്തുണ്ടല്ലോ, എന്താണ് ഭക്ഷണം ഇന്നമാ നുത്ഇമുക്കും ലിവജിഹില്ല ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. സൂറത്തുൽ ഇൻസാനിലെ ആയത്താണ്. എന്താ ഇന്നമാ നുത്ഇമുക്കും, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതാണ് ലിവജിഹില്ല, അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ടാണ്, ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതിഫലോ ഒരു നന്ദിയോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് വിശ്വാസി പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിന്റെ തഫ്സീറിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. എന്ത് ചെയ്ത് ചില ആളുകൾ എന്ത് ചെയ്യും, ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും സ്വതക്കെ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഫേവർ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ പറയും ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ഒരു കാര്യങ്ങളെടുത്ത് ഉദ്ദേശിക്കില്ല, നിങ്ങളുടെ പ്രാർത്ഥന മാത്രം ഉണ്ടായാൽ മതി. പ്രാർത്ഥന ഉണ്ടാകുക നമ്മൾ അത് കിട്ടിക്കോട്ടെ വെച്ചിട്ട് പറഞ്ഞാണ്. ഇത് പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല അത് തരുന്നതിന് ചിലപ്പം എന്തെങ്കിലും സ്വതക്കി സഹായമൊക്കെ കൊടുക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞു പോകാറുണ്ട്. അത് അവരുടെ ഇഖ്ലാസ് നിയ്യത്തിനെ ബാധിക്കൂല എന്നുള്ള രൂപത്തിലാണ് അവർ സംസാരിക്കുന്നത്. എന്നാൽ ഇവര് തിരിഞ്ഞു പറഞ്ഞതല്ലോ അതുപോലും പറയരുത് എന്നാണ്. അല്ലാണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കിട്ടാനല്ല ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഞാൻ സഹായിക്കുന്നത്, നിങ്ങളെ ഞാൻ സഹായിക്കുന്നത് എന്റെ റബ്ബ് എന്റെ തൃപ്തിയും പൊരുത്തവും പ്രതിഫലവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അതിനുവേണ്ടി നിങ്ങളെ പ്രാർത്ഥനയും എനിക്ക് ആവശ്യമില്ല. ഞാൻ ആവശ്യമില്ലാന്ന് പറയണ്ട, വേണമെന്ന് പറയണ്ട. നമ്മൾ പ്രാർത്ഥന കൊണ്ട് ഒരിക്കലും ചെയ്യരുത്, ഒരു സഹായം ചെയ്യുമ്പോൾ വസിയത്ത് ചെയ്യരുത്, അതുപോലും ആ പ്രവൃത്തിയുടെ ഇഖ്ലാസിനെ ബാധിക്കുമെന്നാണ്. അത്രത്തോളം നല്ല നിഷ്കളങ്കമായി ഇഖ്ലാസോടുകൂടി നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ഇബാദത്താണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെ? നമുക്ക് കുറെ ചെയ്യാൻ ചിലപ്പോൾ ഒരു പക്ഷേ കഴിക്കും, പക്ഷെ ഇതൊക്കെ സ്വീകരിക്കപ്പെടുമോ ഇല്ലേ എന്ന് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതുണ്ട്. കാരണം കുറെ കാര്യങ്ങൾ നമ്മുടെ പ്രകടനപരതയും ഇന്നത്തെ കാലത്ത് എന്താ വെച്ചാൽ എല്ലാം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും, അതായത് ഒരു 1000 റുപ്യ കൊടുക്കണേ, ഒരു സഹായം കൊടുക്കണേ, നമ്മൾ 10,000 റുപ്യന്റെ പരിപാടിയാണ് സംഘടിപ്പിക്കുക. എവിടെ പോയി നോക്കിയാൽ മതി, ചെറിയ പരിപാടി, മാക്സിമം പബ്ലിസിറ്റി, എന്നിട്ട് അതിന്റെ റീൽസ്, പിന്നെ അതിന്റെ ഷോർട്ട് വീഡിയോസ്, പിന്നെ അതിന്റെ മുമ്പ് തന്നെ കുറെ വീഡിയോ, എന്നിട്ട് അതിന്റെ പിന്നെ ക്ലിപ്പ് ആ പരിപാടിന്റെ ക്ലിപ്പ് തന്നെ ഏകദേശം ഒരു 10-12 മുറിച്ചുകൊണ്ട് 10-15 തവണ അയച്ച് മാക്സിമം റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല കാര്യം. സഹോദരങ്ങളെ, ഇസ്ലാം പറഞ്ഞ എപ്പോഴും പറഞ്ഞത് എന്താണ്, നമ്മൾ അതിലെന്തെങ്കിലും ഒരു ഖൈർ അത് പരസ്യമാക്കുന്നതിൽ വലിയൊരു നന്മ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ അതിൽ ഖൈറുള്ളൂ. അല്ലെങ്കിൽ അത് എപ്പോഴും ഒരു ദാനധർമ്മങ്ങളാണെങ്കിലും സഹായിക്കണമെങ്കിലും അതൊക്കെ രഹസ്യമായി ചെയ്യുന്നതിനാണ് അതിന്റെ ഒരു ഭംഗിയുള്ളത്. അപ്പൊ അതേപോലെ തന്നെ സഹോദരങ്ങളെ, എന്താണ് ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ലാഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ വേറെ പലതും ലക്ഷ്യമായിട്ട് മാറും. വേറെ പലതും ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് മാറും. കൃത്യമായ ഒരു ലക്ഷ്യം നമ്മൾ പറയല്ലോ, ഒരു സുന്നത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, ആ സുന്നത്തിന്റെ സ്ഥലത്ത് ഒരു വിദഗ്ധ കയറി വരും. അപ്പൊ കൃത്യമായി ജീവിതത്തിന് നമ്മുടെ ലക്ഷ്യവും അതിനൊരു മുൻഗണനാക്രമം അതിന്റെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പോയിട്ടില്ലെങ്കിൽ അവിടെയൊക്കെ എന്തുണ്ടാവും, അവിടെയൊക്കെ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ വന്നിട്ട് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ വഞ്ചിതരാകുന്നത് ഈ ദുനിയാവിന്റെ വഞ്ചനയിലാണ്. ഇവിടെ എന്തൊന്നും നിലനിൽക്കണം, ഈ പണത്തിനും പ്രശസ്തിക്കും സമ്പത്തിനും വേണ്ടിയിട്ട് അതില് ഒരു നമ്മൾ എപ്പോഴും ആലോചിച്ചാൽ മതി. എന്തെങ്കിലും ഇപ്പൊ ഞാൻ എന്റെ ജീവിതം ഇടക്കിടക്ക് എടുത്തു നോക്കും, എനിക്ക് കുറഞ്ഞ വരുമാനമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല വരുമാനം, നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള വരുമാനമുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ജീവിതത്തിന്റെ സമാധാനമായിട്ടോ സംതൃപ്തിയായിട്ടോ നമ്മൾ ആ കാലഘട്ടത്തെ തട്ടിച്ചു നോക്കിയാൽ പണവുമായിട്ട് ഡയറക്റ്റ് ഒരു റിലേഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം അതുകൊണ്ട് പലതും നമുക്ക് നേടാൻ പറ്റുമെങ്കിലും ഈ നേരത്തെ പറഞ്ഞ ഹയാത്തൻ തൊയ്യബത്ത് എന്ന് പറഞ്ഞ സാധനം അത് നമുക്ക് ഈ പണം എന്നതുകൊണ്ട് ഡയറക്റ്റ് റിലേഷൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതന്നെയാണ് അള്ളാഹു സമ്പത്ത് എല്ലാവർക്കും നൽകാത്തതിന്റെ ഒരു ലോജിക്ക് സത്യത്തിൽ അതന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ആ സാധനം കൊണ്ട് ഒരു പക്ഷേ സമാധാനത്തെക്കാളേറെ നിങ്ങളിപ്പോ ഒരു ബിസിനസ്സുകാരന്റെ അവസ്ഥ എടുത്താൽ മതി. ശരിക്കും ജീവിതത്തിന് കൃത്യമായിട്ട് ലക്ഷ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സാധാരണ ചെറിയ വളരെ കുറഞ്ഞ വരുമാനമായിട്ട് ജീവിക്കുന്ന ആളുകൾ പലപ്പോഴും എന്താ പറയുക, ഒരു നല്ലൊരു ജോലി കുറച്ചൊരു ഇടങ്ങേറില്ലാത്തൊരു മാസം വരുമാനം ഉണ്ടെങ്കിൽ എന്റെ എല്ലാ പരിപാടി നിർത്തും, ഞാൻ കൃത്യമായിട്ട് പള്ളിയൊക്കെ വരും, ബാക്കി ഞാൻ എല്ലാം നോക്കും. നിങ്ങൾ ബിസിനസ് എടുത്താൽ മതി. എന്താ ഒരു ബിസിനസ്സിന് ക്ലിക്കായി എന്താ ഉണ്ടാകുക, അതേപോലത്തെ ഒരു ബിസിനസ് അപ്പുറത്ത് തുടങ്ങും, അല്ലെ? അതല്ലേ ഉണ്ടാകുക. ഇപ്പൊ കോഴിക്കോട് നിങ്ങൾ തുടങ്ങി അത് ക്ലിക്കായാൽ മലപ്പുറത്തും കൂടി നോക്കും, മലപ്പുറത്ത് ഉഷാറായി പെരിന്തൽമണ്ണ ബ്രാഞ്ചിനും ഒരു 3-4 സ്ഥലത്ത് കേരളത്തിൽ നിങ്ങൾ ക്ലിക്കായാൽ അടുത്ത നിങ്ങൾ UAE ചാടും, അവിടെ ദുബായിലും തൊടും, പിന്നെ അവിടെ ക്ലിക്കായ ഖത്തറിലും തൊടും, ഒരു 2-3 UAE പിന്നെ നിങ്ങൾ സൗദിയിലും തൊടും. അവിടെ ഇടാൻ കുറച്ച് ഇറങ്ങാനാണ്, അത് കുറച്ച് പൈസ ആയാലും ഇടാൻ പറ്റും. പിന്നെ മൂപ്പരവസ്ഥ, മൂപ്പരെ വിളിച്ചാൽ കിട്ടുന്നില്ല, മൂപ്പര് ഇവിടെയല്ല ഔടിയല്ല ഉള്ളിൽ വണ്ടി ഇറക്കാം.
അപ്പൊ ഇതുവരെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ചെറിയൊരു കോഫി ഷോപ്പ് നടത്തുന്ന ഒരാഴ്ചക്കാൻ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ ആദ്യം പരിചയമാണ്. അപ്പൊ ഇപ്പൊ 4-5 കോഫി ഷോപ്പ് ഉണ്ട്. 4-5 കോഫി ഷോപ്പ് ഉണ്ട് ഇപ്പൊ. അപ്പൊ എന്താ വെച്ചാല് അപ്പൊ എങ്ങനെ കൺട്രോൾ ചെയ്യിച്ചു. അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ 2 സ്റ്റാഫിനെ വെക്കുള്ളൂ ഒരു ഷോപ്പില്. അപ്പൊ പിന്നെ അവന്റെ അടുത്ത് എല്ലാത്തിനും CCTV ഉണ്ടാവും, അവന്റെ മൊബൈലുണ്ട്. അവൻ ഓടി ഇരുന്നാലും അവന്റെ ഓരോ ഷോപ്പിൽ എന്താ നടക്കണമെന്ന് ഇങ്ങനെ നോക്കിയാൽ കാണും. അവിടെ 2 പണിക്കാർ എന്താ ചായ എടുത്തുകൊണ്ടോ തീർച്ചയായും നടത്താൻ പറയണോ. അപ്പൊ എന്തെങ്കിലും റോങ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അപ്പടപെടും. അപ്പൊ അങ്ങനെയാണ് അവന്റെ ഒരു മാനേജ്മെന്റ്. അപ്പൊ എന്താ വലുതാക്കാത്ത വെച്ചു. വലുതാക്കാത്തതിന്റെ കാരണം എന്താ വെച്ചാല് വലുതാക്കിയാൽ ചെലവ് കൂടും. ചെലവ് കൂടിയാൽ നമ്മൾ വലിയ ഷോപ്പ് ആകുമ്പോൾ എന്താ വെച്ചാല് പിന്നെ ഒരു മിനിമം കച്ചവടം നടന്നിരിക്കണം, അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാണ്ടാവും. അപ്പൊ അത് പ്രശ്നമാണ്. അതെ ഇതേവരെ വരുമാനം ചോദിക്കാത്ത ആള് 4 മണിക്ക് ചോദിക്കണം ഇപ്പൊ എത്രയായി കണക്ഷൻ, ഇപ്പൊ എത്രയായി. കാരണം ഇത് വൈകുന്നേരം ആകുമ്പോൾ കൂട്ടിയ കൂടുതലെന്ന് അറിയാന് രാവിലെ ബേജാറ് തുടങ്ങണം, മറ്റേ ബേജാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് അപ്പൊ സമാധാനം പോയി എന്ന് ആൾക്കാർ പറയാം. ഷോപ്പിന്റെ എണ്ണം കൂടിയപ്പോ എന്തായി, സമാധാനം പോയി എന്നാ പറയാം. അപ്പൊ അതൊക്കെ നമ്മൾ തോന്നലാണെന്ത്, നമുക്ക് സമാധാനം കിട്ടും. നമ്മൾ കുറച്ചുകൂടി ആൾക്കാർ പറയല്ലോ ഞാൻ അങ്ങോട്ട് അത് കൂടിയിരിക്കട്ടെ, അല്ലെങ്കിൽ എന്റെ ഷോപ്പ് ആവുന്നത് ക്ലിയർ ആകട്ടെ, എന്നിട്ട് ഒന്നുകൂടി ഒന്ന് റെഡിയാവും. അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞാൽ സഹകരിക്കാൻ ഞങ്ങളെ പരിപാടിക്ക് വരാൻ, ഖുർആൻ ക്ലാസ്സിന് വരാന്നൊക്കെ ആൾക്കാർ പറയും. അതൊക്കെ ദുനിയാവിനെ പറ്റി പഠിച്ചോ പറഞ്ഞത് അത് വഞ്ചന ചെറുക്കണം അല്ലെ. ആ സൂറത്തു ഹദീദിലെ ആയത്തുണ്ടല്ലോ, എന്താണ് അത് കർഷകനെ ആശ്ചര്യപ്പെടുത്തി എന്ന് പറഞ്ഞത്. ആ ആയത്തിന് ശരിക്കും ഓതിയൊക്കെ എന്താണ്, ഇന്നമൽ ഹയാത്ത് ദുനിയ ലഇബും വലഹുവും. അത് കളിയാണ്, അത് തമാശയാണ്, വിനോദമാണ്, അത് അലങ്കാരമാണ്, സീനത്താണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടമാണത് അല്ലെ. ഒരു കളി എന്ന് പറഞ്ഞാൽ കളി എന്ന് പറഞ്ഞാൽ കളിക്ക് പറ്റ അടിമപ്പെട്ട ആൾക്കാരുണ്ടാവും. അതെ ചെറിയ കുട്ടികള്. ഇപ്പൊ ചെറിയ കുട്ടികളെ പറ്റി എന്താ പറയാ, ഇപ്പൊ എന്റെ മോനൊക്കെ ചെറുപ്പത്തിലായിരുന്നു സ്കൂളിൽ വന്ന നേരെ ആ വീഡിയോ ഗെയിം ഒക്കെ കയറിയാല് ചിലപ്പോ ഉണ്ടാവും ട്രൗസറിൽ വരെ മൂത്രം. കാരണം ആ മൂത്രയിക്കാൻ പോലുള്ള അങ്ങനെ കളിച്ചേ ചെയ്യാം അല്ലെ. കുട്ടികൾ പറഞ്ഞ ബാഗ് കൊണ്ട് എറിഞ്ഞാണ്, ഇതിനോട് കൊണ്ട് എറിഞ്ഞിട്ട് ഒറ്റ പോക, ചായ വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ കുട്ടികളെ പറ്റി പറയാം. എന്താണ് ആ പുസ്തകം കൂടി ബാഗ് കൂടി ഒന്നും എടുത്തക്കൂല, ആ യൂണിഫോം അതേമാതിരിട്ടാണ് പോകും. അതൊരു കാലാണ്, ഒരു ക്രൈസ് ഉള്ള കാലാണ്. ഇപ്പോൾ കുട്ടികളെ നമ്മൾ ടൂർ കൊണ്ടാണെങ്കിലും ചെറിയ കുട്ടി ഉണ്ടാവുന്നത് എല്ലാവരും പോകാനുള്ള ഡ്രസ്സൊക്കെ റെഡിയാക്കുമ്പോണ്ടാവും ഓളെ ബാഗിക്ക് ഓളെ പാവക്കുട്ടി കിച്ചൺ സെറ്റ് കൊടുത്തത്. അപ്പൊ എന്താ ഊട്ടി പോയി പിന്നെയും കിച്ചൺ സെറ്റ് എടുത്ത് കളിക്കാനാണ്. ഊട്ടി പോണേ നമ്മളെന്താ, മൈസൂരിൽ പോണേ, ദുബായിൽ പോണേ, അല്ലെങ്കിൽ കാശ്മീരിൽ പോണേ നമ്മള് കാണാനാണ്. പക്ഷെ ഓളെ കിച്ചൺ സെറ്റ് എടുത്ത് എന്താ ഓക്ക് കളി എന്ന് പറഞ്ഞാൽ താങ്കൾ കാശ്മീരിൽ പോയിട്ട് ദുബായിൽ പോയിട്ട് കാര്യമില്ല. ഓൾക്ക് ഓളെ പാവി, ഓർക്ക് ഒരു JCB ഓരോ കളിയാണ്, ഓരോ കാര്യം. അത് ഇവിടെ കിട്ടിച്ചു പോകും. അതാണ് ഇന്നമാ ലഇബുൻ, അത് കളിയാണ്. ഈ ദുനിയാവിലെ ജീവിതം എന്നത് അത് കളിയാണെന്ന് പഠിച്ച പറഞ്ഞേ. പിന്നെ അത് എന്റർടൈൻമെന്റ് ആണ്, വിനോദമാണ്. ലഇബും വലഹു എന്നാണ്. ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ അത് ആ കളി എന്നുള്ള ഇത് പോയി, ആ പച്ച ഉള്ള കളിയിൽ പോയി പിന്നെ അതൊരു വിനോദത്തിലേക്ക് വഴി മാറും. നമ്മൾ കുറച്ച് വലുതാവും തോന്നും. പിന്നെന്താ നോക്കുക, പിന്നെ നമ്മൾ എത്ര ഗെയിം സ്കോർ ചെയ്ത് നോക്കാം. എന്റെ രണ്ടാമത്തെ കൊണ്ട് ഓൻ കളിച്ച ഓന് കളിയല്ല, ഓൻ അപ്പുറത്ത് ഓന് ഈ ഗെയിമിന്റെ ഈ ലെവലിലെത്തി, ഈ ഗെയിമിൽ ഇത്ര പോയിന്റ് കിട്ടി. 10 ഗെയിമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ ഇങ്ങനെ ഗോൾഡ് കോയിൻ ഇങ്ങനെ പോയിന്റ് ഇങ്ങനെ വന്ന് അട്ടിക്കണം. എന്തിനാണ്? അതാണ് എനിക്ക് 100 പോയിന്റ്, ഓൻ 50 പോയിന്റ്. അപ്പൊ അവിടെ ഒരു എന്റർടൈൻമെന്റിന് ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. എന്നാ പെൺകുട്ടികളെ എടുത്ത് നോക്കിയാലോ, അത് സീനത്താണ്, അലങ്കാരമാണ്. ഇന്നമൽ ഹയാത്തു ദുനിയ ലഇബുൻ വലഹുവുൻ വസീനത്തുൻ എന്നാണ്. അത് സ്റ്റേജാണ് അല്ലെ. ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ അലങ്കാരം എന്ന് പറഞ്ഞ സാധനം പെൺകുട്ടികൾക്കാണ് കൂടുതൽ. അത് അവര് ആൺകുട്ടികളെക്കാൾ കൂടുതൽ അത് കാണി. പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിച്ച കാലത്ത് ഓർമ്മയുണ്ട്, അന്ന് ആകെ ഒരു കുട്ടിക്കൂറ പൗഡറുള്ളത്. ആകെ ഒരു കുട്ടിക്കൂറ പൗഡർ അതിങ്ങനെ കുറച്ച് പേപ്പറിലാക്കിയിട്ട് പെൺകുട്ടികൾ ഞാൻ പെട്ടിയിട്ട് കൊണ്ടുവരും. എന്നിട്ട് മാത്താൻ വിടുമ്പോൾ അതുപോലെ പെട്ടി തുറന്നുകൊണ്ട് ഒരു കണ്ണാട പൊട്ടുണ്ടാവും. കണ്ണാടന്റെ പൊട്ടായി പെട്ടിയിൽ ഒട്ടിച്ചിട്ടുണ്ടാവും. അതിങ്ങനെ നോക്കിയിട്ട് കാണാൻ പൗഡർ കിടന്നാണ്. നിങ്ങളൊരു പെൺകുട്ടികളുടെ റൂമിൽ പോയി നോക്കി, അവിടെ അല്ലാത്ത സാധനമല്ല. 3-4 ലിപ്സ്റ്റിക്, ഈ ക്രീമൊക്കെ എന്താ അലോ ബി അലോ സി എന്നൊക്കെ പറഞ്ഞിട്ട് ക്രീമിന്റെ ഒരു ആറാട്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളൊക്കെ കാലത്ത് മുഖം നോക്കിയാൽ നമ്മുടെ കണ്ണാടന്റെ കുത്താണോ മുഖത്തെ കുത്താണോ എന്ന് മനസ്സിലാവില്ല. കരിമ്പനടിച്ചൊരു കണ്ണാടൻ ഉണ്ടാകാം, അതിലേക്ക് പോയി നോക്കിയാൽ ഇത് കണ്ണാടമത്തെ കുത്താണോ നമ്മളെ മുഖത്തോ കുത്താണോ എന്ന് മനസ്സിലാവില്ല. ഇന്ന് പെൺകുട്ടികൾ ഏറ്റവും നല്ല S4 ഗാലക്സിന്റെ ക്യാമറ അടിച്ചിട്ട് സെൽഫി എടുത്തിട്ട് അതിൽ സൂം ചെയ്ത് നോക്കുകയാണ് മുഖത്ത് കുരുണ്ടോ ഓട്ടണ്ടോ. കാരണം അത് സീനത്താണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ദുനിയാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അലങ്കാരമാണ്, സീനത്താണ്, അള്ളാഹ് പറഞ്ഞതാണ്. അതിന് നമ്മൾക്ക് തടയാൻ കഴിയൂല. നിങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം എന്റെ ഓഫീസിൽ ഒരു പെൺകുട്ടിന്റെ ഒരു പ്രത്യേക ചുറുക്കുള്ള പട്ടുള്ള വാച്ച് ഇട്ടത്. നമ്മളെ ചുരിദാറിന് പാകത്തൊരു വാച്ച്, നല്ല ചുറുക്കുണ്ട്, പട്ടൊക്കെ പ്രത്യേക കളറ്. അപ്പൊ എനിക്കിന്റെ ഉള്ളിലൊരു തോന്നല് ആ വാച്ച് നടക്കില്ല, അത് നടക്കാത്ത വാച്ചാണ് എനിക്ക് തോന്നി. അപ്പൊ എനിക്ക് തോന്നിയാൽ പിന്നെ നമുക്ക് ഉറപ്പാക്കണം. അപ്പൊ ഞാൻ അവരോട് സമയം എത്ര ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇത് നടക്കൂല എന്നോട്. പിന്നെ എന്തിനാ കെട്ടിച്ചു? അത് കാണാൻ വേണ്ടി കെട്ടിയത്. വാച്ച് സമയം അറിയാൻ മൊബൈലിൽ നോക്കിയാൽ മതി. പക്ഷെ വാച്ച് കിട്ടിയ സമയം അറിയാനല്ല, അത് കാണാൻ തന്നെ. നമ്മളെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് കിട്ടുന്ന ഫോൺ ഏതാ? ഉമ്മാന്റെ ഒഴിവാക്കിയ ഫോണാണ് പെൺകുട്ടികൾക്ക് കൊടുക്കുക. എന്താ അതിന്റെ സ്ക്രീനൊക്കെ കണ്ട 8 കാലിന്റെ വില കിട്ടിയ മാതിരി പൊട്ടി പൂതലായിട്ടുണ്ടാവും. പക്ഷെ അതിനൊരു ചുരുക്കുള്ള കവർ ഉണ്ടാവും.
അത് ഒരു എവിടെയെങ്കിലും സംഘടിപ്പിക്കും. അത് കണ്ട ഓൾട്ടാണ് ഏറ്റവും പുതിയ ഫോൺ വിചാരിച്ചു. പക്ഷെ ഓണാക്കിയാലേ മനസ്സിലാക്കാം അതിമത്തെ ഇത് പാടൊക്കെ. അപ്പൊ എന്താ, അത് അലങ്കാരാണ്. നിങ്ങൾ എന്തുകൊണ്ടല്ലേ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് ഇന്നമൽ ഹയാത്തു ദുനിയ ലഇബും വലഹുവും വസീനത്തുൻ, അത് അലങ്കാരമാണ്. എന്നിട്ടോ വതഫാഖുറും ബൈനഹും, പിന്നെ നിങ്ങൾ തമ്മിലുള്ള പെരുമ നടിക്കലാണ്. നിങ്ങൾ കുറച്ച് വലിയ ആളോട് ചോദിച്ചേക്ക്, പള്ളിക്കലൊക്കെ കുറച്ച് ഒരു വല്യാപ്പാറ്റി പുത്രൻ ആളോട് ചോദിക്കുക എന്താ അവസ്ഥ, എന്താ എന്തൊക്കെ വർത്താനം ചോദിച്ചാല് ആണ് പറഞ്ഞു തരും. നമ്മളിപ്പോ എന്താ അൽഹംദുലില്ലാ എന്നല്ല വിചാരിച്ച ആവുന്നല്ല. അതോ മൂത്തോൻ ഇപ്പോ കാനഡയിലാണ്, ഓന്റെ കുട്ടിക്ക് ഇപ്പൊ പാലയിൽ എൻട്രൻസ് ഇട്ടിക്കണ്, പാലയിൽ ഓക്ക് റാങ്ക് ഇട്ടിക്കണ്, അതിന്റെ മേലുള്ളവൻ IIT പഠിച്ചാണ്. പിന്നെ രണ്ടാമത്തോൻ ഇപ്പൊ ഖത്തറിലാണ്, ഓന്റെ കുട്ടീനെ ഇപ്പൊ എന്താണ് ഇവിടെ കഴിഞ്ഞാണ് ചോദിച്ചിട്ടില്ലായിരുന്നോ? കാരണം എന്താ, തഫാഹുറും ബൈനാണ്. അതായത് മക്കളിലും സ്വത്തുക്കളിലും പരസ്പരം പെരുമ നടിക്കുക. അത് ജീവിതത്തിന്റെ മറ്റൊരു സ്റ്റേജ്. ഇതൊക്കെ ഓരോ സ്റ്റേജിൽ കഴിയുന്നതാണ്. കളി ഒരു സ്റ്റേജാണ്, വിനോദം ഒരു സ്റ്റേജാണ്, അലങ്കാരം ഒരു സ്റ്റേജാണ്. പിന്നെ സ്വത്തിലും സന്താനങ്ങളിലും പെരുമ നടിക്കൽ ജീവിതത്തിന്റെ മറ്റൊരു സ്റ്റേജാണ്. അല്ലെങ്കിൽ വലുതാണിനനുസരിച്ച് സ്റ്റേജ് മാറും, അതിന്റെ കോലം മാറും. അത് മാത്രമാണ് ഇന്നമൽ ഹയാത്തു ദുനിയ, അത് മാത്രമാണ് ഭൗതിക ജീവിതം എന്ന് പറയുന്നത്. എന്നിട്ട് പഠിച്ചോൻ പറയുന്നുണ്ട് അത് ഏതുപോലെയാണ്, കമസലി വൈസിൻ, അതൊരു മഴ പോലെയാണ്. അല്ലെ, മഴക്ക് എത്ര പദന്റെ അറബിയിൽ നോക്കി നിങ്ങൾ, ഇഷ്ടം പോലെ പദന്റെ അറബിയിൽ. ഈ ഒട്ടകം, മഴ, നക്ഷത്രം, നിങ്ങൾക്ക് അറബിയിൽ അസംഖ്യം പദങ്ങളുണ്ട്. അതിന് വയസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും അനുയോജ്യമായ മഴയാണ്. മഴക്ക് എന്താ പ്രശ്നങ്ങൾ, മഴ കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. നല്ല എന്താണ് ഈ കശുവണ്ടിയൊക്കെ ഇങ്ങനെ പൂട്ട് വെക്കുന്ന സമയത്ത് ചെറിയൊരു മഴ പെയ്ത് എന്റെ വല്യമ്മയൊക്കെ പറയും, ആ ഇതിപ്പോ നല്ലേ മഴ, ഈ പൂവൊക്കെ ഇപ്പൊ കരിഞ്ഞു പോകുന്ന പറയും. നല്ലൊരു മഴ പെയ്യാണെങ്കിൽ ആ പൂ കരിയില്ലാന്ന് പറയും. ഈ ചെറിയ മഴ ചെയ്ത് പോയാൽ പൂവൊക്കെ കരിഞ്ഞു പോകുന്ന പറയും. അപ്പൊ അതിന് വയസ്സ് എന്ന് പറയാ. വയസ്സ് എന്ന് പറഞ്ഞാൽ പാകത്തെ മഴക്കാണ് വയസ്സ് എന്ന് പറയാം. ഒരു പാകമായ മഴ പോലെയാണ് ദുനിയാവിലെ ജീവിതം. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നോക്കി, ഒരു കർഷകന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം തന്നെ ഏതാണ്? ഒരു വാഴക്കൃഷി നടത്തുന്ന ആളാണെങ്കിൽ അയാൾ ആലോചിച്ച് നോക്കി, അയാൾ ആദ്യം ആ കൃഷി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എപ്പോഴാണ് വിളവെടുപ്പ് വരിക എന്ന് നോക്കുക. ഓണത്തിനും വിഷുവിനൊക്കെ വിളവ് വരുന്ന രൂപത്തിൽ വാഴ കുഴിച്ചിട്ടാലാണ് വാഴക്കായ്ക്ക് വില ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനനുസരിച്ചാണ് മൂപ്പരത് കുഴിച്ചിടുക. അത് കുഴിച്ചിടുമ്പോ നല്ല വിത്തൊടുന്ന കിട്ടാൻ നോക്കും. പിന്നെ നല്ല വളം റെഡിയാക്കണം, അതിനനുസരിച്ച് മണ്ണ് റെഡിയാക്കണം. ഇതൊക്കെ അയാൾ പ്ലാൻ ചെയ്ത് മെനക്കെട്ട് അവിടെ കന്നുണ്ടാക്കി അങ്ങനെ കൊലച്ച് നിൽക്കുന്ന ആ സമയത്ത് വിളവെടുക്കാറായി കുറച്ചതിന്റെ മുമ്പ് ഒരു കാറ്റടിച്ച് അത് മുഴുവൻ ഒടിഞ്ഞു പോണ അവസ്ഥ വെച്ചിട്ട്, ആ ഇളം കായായിട്ട് മൂക്കിണീന്റെ മുമ്പ് ആ വായൊക്കെ കാറ്റടിച്ച് പോണ അവസ്ഥ വെച്ചിട്ട്, അപ്പൊ ഒരു മനുഷ്യന്റെ കർഷകന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വിളവെടുക്കുന്ന ദിവസമാണ്. അത് വിളവെടുക്കുന്ന ദിവസമാണ്. പക്ഷേ ഖുർആന് കമസലി വൈസിൻ അഅജബൽ കുഫാറ, കുഫാർ കർഷകരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു മഴ. എന്നിട്ട് അല്ലാഹു ആ ആയത്തിൽ എന്ത് പറഞ്ഞിട്ടില്ല? ഒരു കർഷകന്റെ ഏറ്റവും സന്തോഷമായ നിമിഷമായ വിളവെടുപ്പിനെ പറ്റി ആ ആയത്തിൽ പറയണില്ല. പിന്നെ പഠിച്ചോ എന്താ പറഞ്ഞത് നിങ്ങള്? അതൊക്കെ ചീഞ്ഞി നാറി വൈക്കോലായി പോയി എന്നാ പറഞ്ഞത്. വൈക്കോലായി പോയി. അതേപോലെയാണ് ദുനിയാവിനെ ചെയ്തത്. കാരണം ഇതിന്റെ വിളവെടുപ്പ് ഇവിടെ അല്ല, ഇതിന്റെ വിളവെടുപ്പ് ആഖിറത്തിലാണ്. ഇവിടെ ഇങ്ങനെ ഒരു കഴിഞ്ഞാൽ പോകും. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുനിയാവിലെ കാര്യങ്ങൾ വെച്ചിട്ട്, ഇതിന്റെ പണം, പ്രശസ്തി, പ്രതാപവും പരസ്പരം പെരുമ നടിക്കലൊക്കെ വെച്ചിട്ട് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ജീവിതം നമ്മളെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് മറപ്പിച്ചു കളയാൻ പാടില്ല. എത്ര സ്ഥലത്താണ് വിശുദ്ധ ഖുർആന് ദുനിയാവ് വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ്, ഒരു വഞ്ചനാ ചരക്ക് മാത്രമാണ്. നിങ്ങൾ അതിൽ വഞ്ചിതരാകരുത്, പിശാച് നിങ്ങളെ വഞ്ചിക്കും, അവൻ നിങ്ങളുടെ ശത്രുവാണ് എന്നൊക്കെ എത്ര സ്ഥലത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്ലാരിറ്റി അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ഏറ്റവും വേറെ ഒരു മതത്തിൽ ഇത് കാണാൻ സാധിക്കൂല. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയെ ചോദിച്ചാൽ ഈ മരണത്തിന് ശേഷം എന്താ സംഭവിക്കുക ചോദിച്ചാൽ 10 ക്രിസ്ത്യാനി 10 മാതിരിയാണ് സംസാരിക്കുന്നത്. ഒരു വേദഗ്രന്ഥം ഉണ്ടെങ്കിലും, ഒരു ബൈബിൾ ഉണ്ടെങ്കിലും, ഞായറാഴ്ച ക്ലാസ് പോയിട്ടുണ്ടെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ല. മരണത്തിന് ശേഷം എന്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാം, സ്വർഗണ്ടാകാം, നരകണ്ടാകാം, ആർക്കാണ് സ്വർഗം, ആർക്കാണ് നരകം, ഒരു ക്ലാരിറ്റി കുറവുണ്ട്. എല്ലാവരും സംസാരിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും വ്യത്യസ്ത കാഴ്ചപ്പാട്. നിങ്ങൾ ഒരു മുസ്ലിമിനോട് ചോദിച്ചു നോക്കി മരണത്തിന് ശേഷം എന്താണെന്ന്, കൃത്യമായിട്ട് മരണത്തിന്റെ മലക്ക് വരും, റൂഹിനെ പിടിക്കും, അല്ലെ? അവിടെ ബർസഖിയായ ജീവിതമുണ്ട്, അവിടെ ഖബറുണ്ട്, ഖബറിന് ശേഷം ഒരു വിചാരണ ഉണ്ട്, നാളെ അന്ത്യനാളുണ്ട്, അവിടെ ഹാജരാക്കപ്പെടും, അവിടെ ശക്തമായ വിചാരണ ഉണ്ടാവും, അതിനുശേഷം സിറാത്തുപാൽ ഉണ്ടാവും, നരകമുണ്ട്, സ്വർഗമുണ്ട്. മരണത്തിന് ശേഷം വിശുദ്ധ ഖുർആൻ അതിന്റെ 3-1 ചെലവാക്കിയത് മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയാനാണ്, ആഖിറത്തിനെ കുറിച്ച് പറയാനാണ്. അതുകൊണ്ട് ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിൽ ഏറ്റവും നല്ല ക്ലാരിറ്റിയാണ് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ബാക്കി വെച്ച് തന്നത്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ഇതിവിടെ അവസാനിക്കൂല. എന്തൊരു പ്രയാസം ഒരു വിശ്വാസിക്ക് വന്നാലും സഹോദരങ്ങളെ, അതൊക്കെ മരണം വരെ മാത്രമുള്ളൂ എന്നാണ്. മരണത്തിന് ശേഷം നമ്മളെ തളർത്താൻ ഒരാൾക്കും സാധിക്കൂല. മരണത്തിന് ശേഷം നമ്മളെ ആർക്കും പീഡിപ്പിക്കാൻ കഴിയില്ല, അല്ലെ? അതുകൊണ്ട് ഇബ്നു തൈമിയ്യ പറഞ്ഞ പോലെ, നിങ്ങളെന്നെ പട്ടിണി കിട്ടാൻ അതെനിക്ക് നോമ്പാണെന്നാണ്, നിങ്ങളെന്നെ വധിച്ചാൽ അതെനിക്ക് രക്തസാക്ഷിത്വമാണെന്നാണ്. ഒരു വിശ്വാസിയെ ഒരു നിലക്കും ഒരാൾക്കും തളർത്താൻ കഴിയില്ല. കാരണം അതൊക്കെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസവും യക്കീനും ഈമാനൊക്കെ കൂടെ ഉള്ളൂ. അവനെ സംബന്ധിച്ചിടത്തോളം വലിയ
പ്രതീക്ഷകളാണ് വരാനിരിക്കുന്ന ആഖിറത്തിൽ. അള്ളാഹു അവന് നൽകാനിരിക്കുന്ന സൽക്കാരത്തെ കുറിച്ച്, വിരുന്നിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നാണ്. അപ്പൊ ഈ വിവാദത്തിന്റെ 3 അടിസ്ഥാന തത്വങ്ങൾ, അടിസ്ഥാനപരമായ 3 ഈ പില്ലറുകൾ, അതിന്റെ നെടും തൂണുകൾ എന്ന് മനസ്സിലാക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതം എന്നത് തന്നെ ഇബാദത്താണ്. നമ്മൾ ജീവിക്കുന്നത് തന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നല്ലേ. ആ ഇബാദത്തിന്റെ അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ അതിൽ ഷിർക്ക് വരാതെ നോക്കുക, അതേപോലെ തന്നെ അതിൽ റിയാദ് വരാതെ നോക്കുക, അതിന്റെ നിയ്യത്തിൽ പ്രകടന വരാതെ നോക്കുക എന്നതാണ് 3 കാര്യങ്ങൾ, 3 തൂണുകളെന്ന്. ഒന്ന് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്, മഹബ്ബത്തുള്ള. അള്ളാഹുവിനോടുള്ള ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം. എന്താണ്? ഒരു പക്ഷിയെ പോലെയാണ്. ആ പക്ഷിയുടെ തല എന്നത് മഹബ്ബത്താണ്, അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. അതിന്റെ 2 ചിറക് എന്ന് പറഞ്ഞത് ഒന്ന് അള്ളാഹുവിനോടുള്ള പേടിയാണ്, അള്ളാഹുവിനെ പറ്റിയുള്ള പേടി, ഖൗഫ്. ഒന്ന് അള്ളാഹുവിനുള്ള പ്രതീക്ഷ. അപ്പൊ നമ്മള് അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ മറ്റെന്തിനേക്കാളും വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികളെ പറ്റി അള്ളാഹു പറഞ്ഞത് മറ്റെന്തിനേക്കാളും അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്, അള്ളാഹുവിനെ വില കൽപ്പിക്കുന്ന, അള്ളാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനങ്ങൾക്ക്. അല്ലെ, എന്റെ ജീവിതത്തിൽ എനിക്കൊരു പോളിസി ഉണ്ട്. അതെന്താണ്? അള്ളാഹും റസൂൽ എന്ത് പറഞ്ഞോ അതാണ് ഏറ്റവും ടോപ്പിൽ വരിക. അത് കഴിഞ്ഞിട്ടേ എനിക്ക് ബാക്കി എന്തുള്ളൂ എന്ന് പ്രഖ്യാപിക്കാൻ, അതാണ് അള്ളാഹു അക്ബർ. ഒരു ജീവിതത്തിൽ ഒരു ദിവസം എത്ര തവണയാണ് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത്? നിസ്കാര ബാങ്ക് നമ്മൾ കേൾക്കുമ്പോ, അല്ലെ, ആ ബാങ്കിന് ജവാബ് കൊടുക്കുമ്പോ തന്നെ എത്ര അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ എത്ര തക്ബീർ നമ്മൾ ചൊല്ലുന്നുണ്ട്, അല്ലെ? അങ്ങനെ സുന്നത്ത് നിസ്കാരത്തിൽ ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന വാക്കാണ് അള്ളാഹു അക്ബർ എന്ന വാക്ക്. അത് എണ്ണി നോക്കിയാൽ മതി. ഇതൊക്കെ എണ്ണിയാ പോലും ഇടങ്ങാറൊക്കെ അത്രയും തോന്നെ. നമ്മളിപ്പോ സുബൈന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത്, സുബൈന്റെ ബാങ്ക് കേട്ടോലുണ്ടാവും, അതിന് ജവാബ് പറഞ്ഞവരുണ്ടാവും, ഇക്കാമത്ത് കേട്ടോലുണ്ടാവും, ഇക്കാമത്തിന് ജവാബ് പറഞ്ഞവരുണ്ടാവും, അത് കഴിഞ്ഞ് നിസ്കാരത്തിൽ ചെല്ലിയവരുണ്ടാവും, ഫർളിൽ ചെല്ലിയുണ്ടാവും, സുന്നത്തിൽ ചെല്ലിയവരുണ്ടാവും, അത് കഴിഞ്ഞിട്ട് 33 പ്രാവശ്യം അല്ലാഹു അക്ബർ ചെല്ലിയവരുണ്ടാവും, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത നിസ്കാരം കടക്കാൻ നേരത്ത് 34 അല്ലാഹു അക്ബർ ചെല്ലിയവരുണ്ടാവും. അങ്ങനെ നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉച്ചരിച്ച വാക്കായിരിക്കും അല്ലാഹു അക്ബർ എന്നുള്ളത്. പക്ഷെ അത് ബോധമില്ലാതെ ചെല്ലിയോണ്ട് ഓർമ്മ ഉണ്ടാവില്ല. ആ അള്ളാഹു അക്ബർ എന്നുള്ള അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. എനിക്ക് സ്വന്തമായി യാതൊരു നിലപാടില്ല. എന്റെ റബ്ബ് എന്ത് പറഞ്ഞോ അതിനാണ് ഞാൻ മുൻഗണന നൽകുന്നത്. അതാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ. അല്ല അള്ളാഹു ഇങ്ങനെ വലിയ നിറഞ്ഞിക്കണമെന്നല്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഞാൻ വില കൽപ്പിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകളോടാണ്. അള്ളാഹുവിനോടാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രതിപത്തിയുള്ളത്, കടപ്പാടുള്ളത്. അള്ളാഹുവിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അതാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ അള്ളാഹു അക്ബർ പ്രഖ്യാപിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള സ്നേഹം മറ്റെന്തിനേക്കാളും. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന്റെ പേരിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. നിങ്ങൾ സൃഷ്ടികളെ ആരെ സ്നേഹിച്ചാലും, പാപ്പാനെ സ്നേഹിച്ചാലും, ഉമ്മാനെ സ്നേഹിച്ചാലും, ഭാര്യനെ സ്നേഹിച്ചാലും, മക്കളെ സ്നേഹിച്ചാലും, അവരുടെ എന്തെങ്കിലും ചെറിയൊരു വിഷമം വരുമ്പോൾ കടുത്ത ഡിപ്രഷനിലേക്ക് പോകും. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അള്ളാഹ് അല്ലെങ്കിൽ എന്താ സംഭവിക്കാച്ചാല് ആ നമ്മൾ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ ചെറിയൊരു അപകടം വരുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമായിരിക്കും, അല്ലെ? വല്ലാത്ത വിഷമം. സൂയിസൈഡൊക്കെ ചെയ്ത് ആത്മഹത്യക്ക് ശ്രമിച്ച് പരാജയപ്പെട്ട ആൾക്കാർ ക്യാഷ്വാലിറ്റിയിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? അപ്പൊ പല ആളുകളും, കുട്ടികളൊക്കെ ആണെങ്കിൽ ഉമ്മ ചീത്തറണോ, അല്ലെങ്കിൽ ഉമ്മ എന്നോട് അങ്ങനെ ചെയ്തു, ഉമ്മ തന്നില്ല, അമ്മ തന്നില്ല. ഭർത്താവ്, ഭാര്യ, പെണ്ണുങ്ങളാണെങ്കിൽ ഭർത്താവ് അവഗണിച്ചു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഭർത്താവ് ഞാൻ എങ്ങനെയൊക്കെ മൂപ്പരെ സ്നേഹിച്ചിട്ട് മൂപ്പരെ മനസ്സിലാക്കണില്ലാണ്. അതിനോടൊപ്പം ഞാൻ എന്ത് ചെയ്ത് നേരം മൂപ്പിച്ചിട്ട് മൂപ്പരെ മനസ്സിലാക്കാം. അപ്പൊ അള്ളാഹുവിനെ സ്നേഹിച്ചാൽ അങ്ങനത്തെ ഒരു നഷ്ടം നമുക്ക് ജീവിതത്തിൽ വരില്ല. അള്ളാഹുവിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ആ സ്നേഹം ഒരിക്കലും വെറുതെ അല്ല. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹിനെയാണ്. രണ്ടാമത് അള്ളാഹുവിനെ പറ്റിയുള്ള പ്രതീക്ഷ, അല്ലെ? അതെന്താണ്? അത് അള്ളാഹു നല്ലൊരു ജീവിതം നൽകും. അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. അള്ളാഹു ഗഫൂറാണ്. അള്ളാഹു റഹ്മാനാണ്. അള്ളാഹുവിന്റെ കാരുണ്യം, അല്ലെ? അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ, അള്ളാഹുവിന്റെ രക്ഷയിലുള്ള പ്രതീക്ഷ, അള്ളാഹു അവന്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷ, നാം അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രതീക്ഷയാണ്. അതേപോലെ തന്നെ പേടി എന്ന് പറഞ്ഞാൽ വെറും ഒരു തിജിലിടുന്ന് മാത്രമല്ല, ഒരു തീയിലിടുന്നുള്ള പേടി മാത്രമല്ല, നരകത്തിൽ അള്ളാഹുവിടും എന്ന പേടിക്കപ്പുറത്ത് എന്താണ്? ആ പേടിക്കപ്പുറത്ത് എന്റെ റബ്ബ് കാണുന്നുള്ളൊരു പേടിയുണ്ടല്ലോ. ഞാനൊരു തെറ്റ് ചെയ്യുമ്പോ എന്നെ ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എന്റെ റബ്ബ് എന്റെ റബ്ബ് ഇത് കാണുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു ബേജാറ്, അതൊരു പേടിയാണ്. അങ്ങനെ അള്ളാഹുവിനെ പേടിച്ച് ഒരേ സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആ സ്നേഹത്തിലൂടെ, അള്ളാഹുവിന്റെ കടുത്ത സ്നേഹത്തിലൂടെ ഒരാള് ജീവിതത്തിലും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ ജീവിതം കൊണ്ടുള്ള ലക്ഷ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തുക. ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. കാരണം എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഇപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, അല്ലെ? നമ്മുടെ കുട്ടി മരിച്ചു, അല്ലെങ്കിൽ ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ഒരു ട്യൂമറോ ഒരു ബയോപ്സി എടുത്തപ്പം അത് ക്യാൻസർ ആണ്, ലാസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ. സഹോദരങ്ങളെ, ഇത് അള്ളാഹ്ക്കറിയില്ലേ എനിക്ക് ഈ ക്യാൻസർ തന്നത് ആരാണ്? അള്ളാഹുവാണ്, അല്ലെ? എന്റെ റബ്ബ് അറിഞ്ഞുകൊണ്ട് എനിക്ക് തന്നതാണല്ലോ. അതുകൊണ്ട് ആ റബ്ബ് ഇതിൽ ഹൈർ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതായിരിക്കും ഒരു വിശ്വാസിയുടെ നിലപാട്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് നേരത്തെ മരിച്ചുപോയി. ആലോചിച്ച് ഇപ്പൊ എല്ലാവരും എന്റെ ഉള്ളവരൊക്കെ 50, 48, 47 വയസ്സായിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ ഒരു അറ്റാക്ക് അയച്ചോ അല്ലെങ്കിൽ ക്യാൻസർ അയച്ചോ ഒരു 6 മാസം കൊണ്ട് മരിച്ചു വിചാരിക്കാം. സഹോദരങ്ങളെ, ഞാൻ ഇപ്പൊ കുറച്ച് നേരത്തെ പോയാല് ഇവിടെ ഇപ്പൊ എന്റെ ഒപ്പം പഠിച്ചോലും എന്റെ ഒപ്പം ജോലി ചെയ്യുന്നവരൊന്നും ഓരോന്നും നമ്മുടെ കാലാകാലം നിൽക്കൂല.
ഓരൊക്കെ മാക്സിമം ഒരു 10 15 കൊല്ലം 20 കൊല്ലം കഴിഞ്ഞാൽ ഓര് നമ്മുടെ വഴി തന്നെ പോരും. ഇവിടെ ആരും നിൽക്കൂല സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരു 15 കൊല്ലം 20 കൊല്ലമൊക്കെ നേരത്തെ പോയി എന്നതൊന്നും സഹോദരങ്ങളെ പരാജയമോ വിജയമോ അല്ലെങ്കിൽ ലാഭമോ നഷ്ടമോ ആയി നമ്മൾ കണക്കാക്കേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അല്ലെ പ്രവാചകന്മാർക്ക് എന്ത് ഉത്തരമാണ് നിങ്ങൾ ജീവിതം കൊണ്ട് നൽകിയത് എന്നതായിരിക്കും ഖബറിലെ ചോദ്യം അല്ലെ. അതുകൊണ്ട് ആ ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് ജീവിതം കൊണ്ട് നൽകാൻ കഴിയുക എന്നാണ് ഓരോ സെക്കൻഡ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ ദീൻ നമ്മൾ കൃത്യമായിട്ട് പഠിക്കാം. ഇത്തരത്തിലുള്ള പഠന വേദികളൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പറ്റി അല്ലെ. ഉബയ്യനെ കാണുമ്പോൾ ഇങ്ങനെ ഇസ്ലാമിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ നബി ഉബയ്യനെ കാണുമ്പോൾ ചോദിക്കണം, ഉബയ്യെ സൂറത്തുൽ ബയ്യന ഓതി തരാൻ വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് ഉബയ്യെ നിനക്ക് ബയ്യന ഓതി തരാൻ, ഉബയ്യെ നിനക്ക് ബയ്യന ഓതി തരാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പൊ ഉബയ്യന് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണ്? അള്ളാഹു എന്റെ പേര് പറഞ്ഞോന്നാണ് അല്ലെ. ഉബയ്യന് ബയ്യന് ഓതി കൊടുക്കണമെന്ന് പടച്ചോൻ പറയണമെങ്കിൽ പടച്ചോൻ ഉബയ്യ എന്നുള്ള പേര് പറയണ്ടേ. അപ്പൊ എന്റെ പേര് പടച്ചോൻ പറഞ്ഞു നബിയെ എന്ന് പറഞ്ഞ അദ്ദേഹം സന്തോഷിക്കണം. സൗന്ദര്യം ആലോചിച്ച് നോക്കി, ആരാണ് സഹോദരങ്ങളെ അറിയപ്പെടാത്ത അല്ലെ, അറിയപ്പെടാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരാളും അത് ഖുർആാനോടുള്ള സ്നേഹം കൊണ്ടാണ്, ഖുർആാനോടുള്ള നിലപാട് കൊണ്ടാണ്. കാരണം നാലാളുകളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേരെടുത്ത് പറഞ്ഞ 4 ആളുകളിൽപ്പെട്ട സഹാബിയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഖുർആൻ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും നമ്മൾ ശ്രമിക്കാം.